my story session with Mr. Rahul Balachandran and Mr. Amith Raman of Inker Robotics. This session is in association with CALICUT Chamber of Commerce and Industry. Let me request Mr. Rafi B. Devasi, President of CALICUT Chamber of Commerce and Industry for the Good evening, dear Roshan Kennedy, today's stars, Rahul P. Balachandran and Amith Raman, Engineer Anandamani, of course Jose Paul, and friends. CALICUT Chamber of Commerce TiE കേരളയായിട്ട് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതാദ്യം ഞാൻ ഇവിടെ രേഖപ്പെടുത്തട്ടെ. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഇതിൻ്റെ TiE കേരളയുടെ ഓർഗനൈസേഴ്സായിട്ട് സംസാരിച്ചപ്പോഴാണ് അതിൻ്റെ ഡെപ്തും ദ സർവീസ് യു ആർ ഡൂയിങ് ടു ദ സൊസൈറ്റി, എസ്പെഷ്യലി ടു ദ യങ് എന്റർപ്രണേഴ്സ്. ദാറ്റ് ഈസ് മാർവലസ്. കാരണം ഇവിടെ നമ്മുടെ കൾച്ചറിൽ കേരളത്തിൽ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ എന്റർപ്രണർ ആവുന്ന ആളുകൾ വളരെ വളരെ ചുരുക്കമാണ്. Their mind is fixed to some jobs, either be an engineer or a doctor or some other jobs or government jobs. ഇത് വേറിട്ട ചിന്താഗതിയാണ് ഈ സ്റ്റാർട്ടപ്സ് ഒക്കെ പറഞ്ഞാൽ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് വെരി ട്രിക്കി. വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതാണ് ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതാണെങ്കിലും ഏത് ടൈപ്പ് ബിസിനസ് ആണെങ്കിലും യു ഷുഡ് ബി വെരി വെരി കെയർഫുൾ, എസ്പെഷ്യലി വിത്ത് ഫിനാൻസ് and all other technical matters. എന്തായാലും TiE കേരള I'm very happy to know that it is taking a lot of initiative for even financing the new entrepreneurs, the startups. They are financing it, especially അതുപോലെ തന്നെ നമ്മുടെ റോഷൻ കennedy മിസ്റ്റർ റോഷൻ കennedy സംസാരിച്ചു. അപ്പോൾ മനസ്സിലാകുന്നത് ഇതിൻ്റെ ഏതൊക്കെ സ്പീഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. ഇറ്റ്സ് വെരി വളരെ വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയുമ്പോൾ. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കും. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ള സംഗതികളാണ് ഇതൊക്കെ ഉള്ളത്. ഇന്നിവിടെ have to welcome. It's my duties to welcome. So today, as I told before, today's stars are Rahul P. Balachandran. So I welcome Rahul P. Balachandran and Amith Raman, the co-founders of Inker Robotics, to this function. My story, ശരിക്കും വളരെ എല്ലാ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. വേറെ എന്ത് കഥ പറഞ്ഞേക്കാളും നല്ലത് എൻ്റെ സ്റ്റോറി പറയുമ്പോഴാണ് ഞാൻ എങ്ങനെ ഈ ലെവലിലേക്ക് വന്നു. I was talking to these young entrepreneurs. I got inspired. The way they are talking, the way they are presenting things. അപ്പോൾ റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആ കൂടി റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ കാണുന്ന കുറേ സിനിമയിലൊക്കെ കാണാൻ യന്ത്ര മനുഷ്യൻ ആ ഒരു പ്രത്യേക ഒച്ചയിൽ വർത്താനം പറഞ്ഞത് മാത്രമാണ് എനിക്ക് റോബോട്ടിക്സ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഇവർ പറയുന്നത് അതിൻ്റെ പേ റോൾസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഹൗ സ്മാർട്ട്ലി ദി ആർ ഹാൻഡ്ലിങ് ഒരു ബാങ്കിൻ്റെ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം. അങ്ങനത്തെ അത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് റോബോട്ടിക്സ് എന്നുള്ള കാര്യം തിരിച്ചറിവ് ഇപ്പോഴാണ് എനിക്കിതുണ്ടായത്. അപ്പോൾ മനസ്സിലായി ഇത് ഇവിടെ നടപ്പാക്കുന്ന കാര്യമാണ്. ആൻഡ് ദേ കെയിം ഔട്ട് വെരി സക്സസ്ഫുള്ളി. It's an inspiration. About that, let me welcome Roshan Kennedy, who is to introduce welcome Roshan Kennedy. Organic idea ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വെൽക്കം ചെയ്യാൻ വളരെയധികം സന്തോഷമുണ്ട്. So once again, I welcome everyone to this session. Thank you. From TiE Kerala. I'm supposed to speak a little bit about TiE Kerala and what we do and how we function. TiE Global was formed in the year
by some of the success stories, original success stories from India in Silicon Valley. They wanted to create an organization that would encourage and motivate young young professionals to get into entrepreneurship. TiE Global tagline is fostering entrepreneurship. In the year 2000, a chapter was formed in Kerala called TiE Kerala. Today, TiE Kerala has got 69 chapters operating in 20 countries. Objective is to foster entrepreneurship. Towards that, we have multiple activities. Even for TiE Kerala, we have a tagline. That tagline is to have an entrepreneur in every home. Towards that, we do multiple activities. I think some of you at least might be familiar of TiECon, which is our annual conference. This year also, the TiECon is happening in Cochin on 15th and 16th of December, Clay Meridian. First of all, let me welcome each one of you to that function. You can register online. Registration will be open in the next few days. And that is one activity that we do regularly every year. But beyond that, there are certain other activities which we do. We have an activity which the last few years we are doing called TiE Women to promote entrepreneurship among women. So, then another program is TiE Young Entrepreneurs, and we can see a team from Nanakau School. In fact, 2 years back, this TiE Young Entrepreneurs from CALICUT Nanakau School got selected for the international competition, and I think you bagged third position. Top 8, yeah. They got selected in the top 8, the International TiE Young Entrepreneurs Championship, and Roshan here was leading the activity. I think you deserve definitely a for us also, it was like we had schools like Global Public School, Cochin, then Random International School. All of these schools were there, but for a team to come up to get selected in the international championship from a government school was a big thing. And for us also, it was a lot of, it gave us a lot of satisfaction and pride. Then another activity that we do is called Capital Cafe. In fact, Capital Cafe is something which I had in TiE Kerala. Capital Cafe, as the name suggests, is a place where young entrepreneurs and startup promoters can come to raise capital. Every year, from starting 2018, we've been doing this. This year also, we have just completed the registration. And in fact, last year, one of the Capital Cafe shortlisted startup, 4 Foods in India. So we are very much active in the startup space. And, Capital Cafe, Kerala Startup Mission is our partner in this project. Then NIT, CALICUT NIT has got a beautiful technology business incubator. They are also our partner. Then this year, IIT Balachandran has also joined our team. Maker Village, TiEMed, again an incubation center based out of Toronto, focused on healthcare and medtech startup. Incubation center, so they are also our partner. So across Kerala, even this year, last 15th was the last date for application. We have received close to 150 applications. From this, we are in the process of shortlisting the good ones, and after that, we'll give them a whole host of training. After that, only they are allowed to pitch in front of the investors from around the country. Last year, 5 of our startups got funding, the startups which were shortlisted. So this is where we are. And again, to support the startup ecosystem, in 2019, we initiated one more activity called Angel Network, which is an angel network which funds startups. So that is also there. We are fully focused on fostering entrepreneurship, and we
we are working towards achieving our dream, our objective of having an entrepreneur in every home. This is what we are. And today, when we interact with startups, even for a person like me, I get a lot of excitement and passion. And today we have with us two young, very successful entrepreneurs, Amith and Rahul from Inker Robotics. One thing that can be seen here is that if you see the average age of, I'm sure Rafi would be seeing such a young crowd for the first time in this hall. So the robotics are the future of manufacturing. So the reason why I see so many young faces communicates the importance of this emerging sector. Let us, without wasting time, listen to our young entrepreneurs, Rahul and Amith. About young entrepreneurs, successful entrepreneurs ഒക്കെ കേൾക്കുമ്പോൾ പേടിയ സത്യമാണ്. സീരിയസ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് നമുക്കറിയാം. ഞങ്ങളൊക്കെ ആക്ച്വലി തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 4 to 5 years അത്രയായി. ഇപ്പോഴാണൊരു ധാരണ വരുന്നത്. ഓക്കെ, ഇതാണ് ഒരു കമ്പനി, ഇങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുക. അതൊക്കെ ഒരു പിടികിട്ടി വരുന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. ഒരു സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെയൊക്കെ പറയാൻ പേടിയാണ്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ദൂരം വന്നിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയ ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് ഒരുപാട് വളരാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പോരാ എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും മനസ്സിലാക്കുകയാണ്. അപ്പോൾ മുമ്പിലേക്കുള്ള യാത്രയാണ്. അതിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സന്തോഷമുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വിഷമിപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ബേസിക്കലി ഞങ്ങൾ ഷെയർ ചെയ്യാം. അതാണ് ഞാൻ അനുഭവിച്ചപ്പോൾ ചോദിച്ചു എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു. അനു പറഞ്ഞു നിങ്ങളുടെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി, ഞാൻ കേട്ടിട്ടുള്ളത് നല്ല രസമാണെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. അത് വലിയൊരു സ്റ്റോറി ഒന്നുമല്ല. സോ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഒരു ഗ്രാമത്തിലാണ്. ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഗ്രാമം, കുഗ്രാമം എന്നൊക്കെ പറയാം. അപ്പോൾ അച്ഛനും അമ്മയും കർഷകരാണ്. ഞങ്ങൾക്ക് റബ്ബർ, തെങ്ങ്, അങ്ങനെ കുറച്ച് പ്ലാന്റുകളാണ് ബേസിക്കലി. മലയാളം മീഡിയം, ഒരു സാധാരണ നാട്ടുപുറത്ത് പഠിച്ചു വളർന്നു. പക്ഷെ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് തൊട്ടൊക്കെ എന്തെങ്കിലും കച്ചവടം ചെയ്യണമെന്നുള്ള ഒരു എന്താ പറയാ ഒരു തോന്നൽ, അല്ലെങ്കിൽ അതായിരുന്നു ഒരു ഡ്രീം. ഞാനത് ആരോടെങ്കിലും പറയും, അപ്പൊ അവരൊക്കെ എന്നെ കളിയാക്കും, എനിക്ക് പ്രാന്ത എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട്. സോ 10th ഒക്കെ നാട്ടിൽ തന്നെ കഴിഞ്ഞു. പ്രീ ഡിഗ്രി എനിക്ക് കേരളവർമ്മ കോളേജിലാണ്, ഞാൻ തൃശ്ശൂർ കേരളവർമ്മ കോളേജിലായിരുന്നു. അപ്പോഴും ഈ എന്താ പറയാ നമുക്ക് ആഗ്രഹം അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു, കുറെ പൊട്ടത്തരങ്ങൾ ചെയ്തു. ദെൻ പ്രീ ഡിഗ്രിക്ക് ശേഷം ഞാൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ്, അതാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ഒരു എന്താ പറയുക ആദ്യമായിട്ടൊരു സംരംഭം തുടങ്ങാനായിട്ട് ഒരു ഹോട്ടലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് അമിത്തിന്റെ എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ പറയും. So, good evening everyone. I would like to thank TiE and Chamber of Commerce for hosting us. So, ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ദുബായിലാണ്. സോ 12th വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നാട് വിട്ട് ഇവിടേക്ക് ചെന്നൈയിലേക്കാണ് ഞാൻ വന്നത്. അവിടെ 4 years ഞാൻ എഞ്ചിനീയറിംഗ്, ഐ വാസ് ഹാവിങ് IT ബാക്ക്ഗ്രൗണ്ട്, എഞ്ചിനീയറിംഗ് ചെയ്തു. സോ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാനൊരു കണ്ടിട്ടുള്ളത്, ബിക്കോസ് ഐ വാസ് ബോൺ ഇൻ ദുബായ്, I've seen the growth of Dubai. 10 years എങ്ങനെ ഒരു മരുഭൂമിനെ ഒരു എന്താ പറയുക ഒരു നല്ലൊരു സിറ്റിയാക്കി മാറ്റാമെന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. So I had somewhere in terms of me there, I wanted to build something like that, and that is what I had when I was young. I wanted to build something which is from my things, but the opportunities took me somewhere else. In terms of when I was in college, I wanted to do something and prove myself. So that was something that I wanted to do first before I go into that. So that is where my education and background is engineering, IT. So thank you. ഞങ്ങൾ തമ്മിൽ ചെറുപ്പകാലത്ത് ഒരു പരിചയമില്ല കേട്ടോ. സോ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം
എന്തെങ്കിലും സ്വന്തമായി ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് നമ്മളുടെ ആദ്യത്തെ ഇൻവെസ്റ്റേഴ്സ്, നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഇൻവെസ്റ്റേഴ്സ് അച്ഛനും അമ്മയാണല്ലോ. അപ്പോൾ അവര്, എനിക്ക് 23 വയസ്സിലാണ്, ഞാനൊരു ഹോട്ടലാണ് തുടങ്ങിയത്. അപ്പോൾ അച്ഛൻ എനിക്കൊരു 12 ലക്ഷം രൂപ തന്നു. തൃശ്ശൂർ ടൗണിൽ തന്നെ ഒരു ഹോട്ടൽ ലീസിന് എടുത്തിട്ട് ഞാൻ നടത്തായിരുന്നു. അപ്പോൾ തുടക്കത്തിലൊക്കെ നല്ല ലാഭവും നല്ല കച്ചവടമൊക്കെ ആയിരുന്നു. ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 55 ലക്ഷം രൂപ കടവും ഒരു ഭാര്യ, ഒരു കുട്ടി. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. കാരണം നമ്മുടെ നാട്ടില്, പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം, കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കണം. വിജയിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കൊരു അവസരമില്ല. നമ്മളതിനെ വേറൊരു രീതിയിലാണ് ആളുകൾ നോക്കിക്കാണുന്നത്. നിനക്കൊന്നും വേറെ പണിയില്ല, ഇതൊന്നും നിനക്ക് പറഞ്ഞിട്ടില്ല. ഉപദേശികളുടെ ഒരു കൂട്ടായിരിക്കും. എന്നാൽ നല്ല രീതിയിലുള്ള ഉപദേശമല്ല. നമ്മളെ ഒന്ന് കൊച്ചാക്കുക, അല്ലെങ്കിൽ അവരൊന്നും ആളാവുക, അവർ വെറുതെ വീട്ടിലിരിക്കുക. എന്നാലും അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോ എന്താ പറയാ, ആ ഒരു അവസ്ഥയിലൂടെ ഇപ്പൊ എല്ലാ ഓണ്ടർപ്രണേഴ്സും അതിലൂടെ പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല രീതിയിൽ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോ അതായിരുന്നു ആദ്യത്തെ വെഞ്ചർ. അവിടുന്ന് ആ ഒരു ബുദ്ധിമുട്ട് ആക്ച്വലി മാനസികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ നമ്മളെ തളർത്തി. അപ്പോ അനിയനായാലും കൂടെ ഉള്ളവരാണെങ്കിൽ എല്ലാവരും പഠിച്ച് ജോലിക്ക് പോയി ഏൺ ചെയ്ത് തുടങ്ങി. ആ സമയത്ത് നമ്മൾ കടമ എങ്ങനെ വീട്ടാന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് എന്തോ, എൻ്റെ വൈഫ് സ്പീച്ച് പത്തോളജിസ്റ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഈ ഗവൺമെന്റ്, നമ്മുടെ അന്നത്തെ സർക്കാർ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ക്യാമ്പ് കേരളം മുഴുവൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന്. ആ ഒരു ക്യാമ്പിന്റെ ഭാഗമാവാൻ എനിക്ക് പറ്റി. അങ്ങനെ ഒരു 2 വർഷത്തോളം ഈ മിഷന് വേണ്ടിയിട്ട്, നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ് ഈ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്തിരുന്നത്. ഈ കേരളം മുഴുവൻ സഞ്ചരിച്ച് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യാനും അതിന്റെ ഭാഗമാവാനും പറ്റി. അപ്പോൾ ഒന്ന്, എനിക്ക് എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് തിരിച്ചു വന്നു. എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കുറെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വന്നു. കുറച്ചുകൂടെ ഫിനാൻഷ്യലി ഒന്ന് ബെറ്ററാവാൻ പറ്റി. അങ്ങനെ വലിയ തിരക്കില്ലാതെ പോകുമ്പോൾ ക്യാമ്പുകൾ കഴിഞ്ഞു. അപ്പോൾ ക്യാമ്പിന്റെ ഭാഗമായി തന്നെ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ പിന്നെ അവിടെ ഓഫീസിൽ വെറുതെ ഇരിക്കുക. അപ്പോഴും വീട്ടുകാർക്കൊക്കെ സന്തോഷമായി. കാരണം മോൻ സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്കാരനാണ്. ഇടയ്ക്ക് കളക്ടറുടെ കൂടെയും മന്ത്രിയുടെ കൂടെയൊക്കെ ഫോട്ടോസ് കാണും. അപ്പോൾ വീട്ടുകാർക്ക് അതൊക്കെ മതിയല്ലോ, സന്തോഷമായി. അപ്പോൾ ഒരാഴ്ച 2 ആഴ്ച തിരുവനന്തപുരത്ത് നമ്മളേക്ക് എനിക്കും അടുത്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ റിസൈൻ ചെയ്യണം, പുതിയൊരു സംരംഭം തുടങ്ങാന്ന് പറഞ്ഞിട്ട് വീടുകളിൽ പോയിട്ട് കാറ് വാഷ് ചെയ്യുന്ന ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ആദ്യമായിട്ടാണ് അങ്ങനെ മൊബൈൽ കാർ വാഷ് പറഞ്ഞിട്ടുള്ള സംഭവം തുടങ്ങുന്നത്. അത് തുടങ്ങാൻ ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷേ ബിസിനസ് കിട്ടാൻ എഗെയിൻ ബുദ്ധിമുട്ടി. പക്ഷെ ഒരു ഭാഗ്യവശാൽ നമ്മളൊരു മാതൃഭൂമി മനോരമയുടെ ഒരാൾ വന്നിട്ട് ഒരു ദിവസം ഒരു ഫോട്ടോ എടുത്തിട്ട് പത്രത്തിലിട്ടു. പിറ്റേന്ന് തൊട്ടിട്ട് ഇരിക്കാൻ പറ്റിയിട്ടില്ല, അത്രയും വർക്കായിരുന്നു. രാവിലെ 6 മണിക്ക് തുടങ്ങി 12 മണി വരെ കാർ വാഷ് ചെയ്യില്ല. അടുപ്പിച്ചൊരു 2-2.5 മാസം കൊണ്ട് ബോഡിയൊക്കെ 6 പാക്കായി. ഞാൻ എൻ്റെ അനിയനും 2 വെഹിക്കിളുണ്ടായിരുന്നത് 6 വെഹിക്കിളായി. ഞാനൊരു ടീം ഡെവലപ്പ് ചെയ്തു. അവര് ഭയങ്കര ഗ്രോത്ത്. വൈകുന്നേരം ആകുമ്പോഴേക്കും പോക്കറ്റിൽ നിറയെ കാശ്. കാരണം ഒരു കാർ വാഷ് ചെയ്ത് 300 രൂപ കിട്ടും, ടീമിന്റെ മൊത്തം കാശ്. പക്ഷെ അന്ന് എന്താന്ന് പറഞ്ഞാൽ വലിയ അറിവില്ല, എങ്ങനെയാണ് ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഡെവലപ്പ് ചെയ്യാന്നുള്ള അറിവോ ഒന്നുമില്ല. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വന്നു, ഒരു ഡോക്ടർ വന്നു, ഇവരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകണം. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഹച്ചാണോ, ഹച്ചിന്റെ കേരള ഹെഡ് വന്നിട്ട് പറഞ്ഞു, ഈ ബിസിനസ് ഇവിടെയല്ല ചെയ്യേണ്ടത്, ഇത് ബാംഗ്ലൂരാണ് ചെയ്യേണ്ടത്, അപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോവാം. പക്ഷെ അത് തിരിച്ചറിയാനോ അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ബിൽഡ് ചെയ്യാനുള്ള അറിവ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഉണ്ടെന്നല്ലാണ്ട് പറയുന്നത്. അപ്പൊ തീരെ ബോധം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഫണ്ട് എടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങളുടെ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഞാൻ നിങ്ങളുടെ ഏഞ്ചൽ ഇൻവെസ്റ്റർ ആണ്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഒന്നും വേണ്ട, കുറച്ച് കാശ് തന്നാൽ മതി ഇതിനൊന്നും. കാരണം നമുക്ക് വെഹിക്കിൾസ് വേണം, ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെ ആ ഇൻവെസ്റ്റ്മെന്റ് എടുത്തു. തെറ്റായ കുറെ തീരുമാനങ്ങൾ ഉണ്ടായി. ആ ബിസിനസ് മുമ്പിലേക്ക് പോയി. വലിയ നഷ്ടമൊന്നും വന്നില്ല, പക്ഷെ വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു സാധനം വളരെ ചെറിയൊരു എമൗണ്ടിന് എനിക്ക് കൊടുത്ത് അവസാനിപ്പിക്കേണ്ടി വന്നു. എന്റെ എന്താ പറയുക, ശരിക്കും പറഞ്ഞ അറിവില്ലായ്മ കൊണ്ടാണ്. അങ്ങനെ ആ ട്രിവാൻഡ്രത്തെ ബിസിനസ് ഗോദ്രേജിന്റെ ഹൈ കെയർ ഗ്രൂപ്പിനാണ് കൈമാറിയത്. അതിനുശേഷം തിരിച്ച് നാട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, അതായത് നമുക്ക് കുറെ അറിവ് കിട്ടി. നമ്മളിപ്പോ ഞാൻ കുറെ വായിക്കാൻ ശ്രമിച്ചു, കുറെ മീറ്റിംഗ്സിൽ നമ്മളുടെ അന്ന് സ്റ്റാർട്ടിന്റെ സ്റ്റാർട്ടപ്പ് സാറ്റർഡേസ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ അറ്റൻഡ് ചെയ്തു. സിജോ ഗുരുവിലെയൊക്കെ കൊച്ചിയിൽ അന്ന് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. അപ്പൊ അവിടെയൊക്കെ പോയി ഇതുപോലെ ഇങ്ങനെ മീറ്റിങ്ങിനൊക്കെ ചെന്നിട്ട് ഏറ്റവും പിന്നിലിരിക്കും, കാരണം ഫ്രണ്ടിൽ കയറിയിരിക്കാനുള്ള ധൈര്യമില്ല. അപ്പൊ ഒരു ദിവസം സിജോ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, രാഹുലിന് ബാക്കിലേക്ക് സ്ഥലമുണ്ടെങ്കിൽ അങ്ങോട്ട് പോവുകയും ചോദിച്ചു. എന്നിട്ട് പുള്ളി ഫ്രണ്ടിൽ കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ കുറച്ച് ധൈര്യം വന്നു.
അപ്പോൾ ഓക്കെ അഗൈൻ എന്തെങ്കിലും പുതിയത് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പുതിയൊരു സംരംഭം തുടങ്ങാനുള്ള തയ്യാറെടുപ്പ് എടുക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഓക്കെ ഇവൻ വീണ്ടും പുതിയ ബിസിനസ് തുടങ്ങുകയാണ്. അപ്പോൾ അമ്മ എന്നെ നേരെ ദുബായിലേക്ക് വന്നായിരുന്നു. അമ്മയുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ദുബായി പോയപ്പോൾ അഗൈൻ അമിത് പറഞ്ഞ പോലെ ഓക്കെ ഇവിടെയാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. കാരണം കേരളം എന്നൊന്നുമില്ല, അത്രയധികം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ആളുകളെ സംസാരിക്കുമ്പോൾ വേറൊരു മായ ലോകമാണല്ലോ. അപ്പോൾ ഓക്കെ എന്നാൽ ഇവിടെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അവിടെയുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവിടെ അഡിഡാസിൽ ജോലി ചെയ്തിരുന്ന ഒരു പയ്യൻ അത്യാവശ്യം അയൽക്കാരനായിരുന്നു. അവനോട് ഞാൻ സംസാരിച്ച് പറഞ്ഞു ഓക്കെ ചേട്ടാ നമുക്ക് നാട്ടിൽ പോകാന്ന് പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ വന്ന് ഒരു റോബോട്ടിക്സിന്റെ അപ്പോൾ നമ്മൾ ഈ സമയമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാണ്, എന്താണ് കമ്പനി, സ്റ്റാർട്ടപ്പ് എന്താണ്. അപ്പോൾ ഒരുപാട് വായിച്ചു, ഒരുപാട് ആളുകളായിട്ട് സംസാരിച്ചു, കുറെ ട്രാവൽ ചെയ്തപ്പോൾ കുറച്ചൊക്കെ ധാരണ കിട്ടി എങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നാട്ടിൽ വന്നൊരു ചെറിയ റോബോട്ടിക് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതും ഈ പറഞ്ഞ പോലെ ഒരു വർഷത്തിനപ്പുറം പോയില്ല. അഗെയിൻ നമ്മളുടെ അറിവില്ലായ്മ എന്നൊക്കെ പറയാം. ഒരു എൻറ്റിറ്റി നമ്മൾ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് വേണ്ടത്, അതിന്റെ സ്ട്രക്ചർ ഫോർമൽ സംഭവങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് അവസാനിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ 3 നല്ല മോശം തരക്കേടില്ലാത്ത പരാജയങ്ങളൊക്കെ ആയി. 33 വയസ്സ് ഈ സമയത്ത് ഊഹിക്കാലോ, എല്ലാവർക്കും ഊഹിക്കാം നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രഷർ, ഫാമിലിയുടെയും എല്ലാവരുടെയും പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുക, ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ ഇനി ഞാൻ ഒരു ബിസിനസ് ചെയ്യില്ല, ഞാൻ ജോലിക്ക് പോവാന്നൊക്കെ വൈഫിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ വൈഫ് എന്നോട് എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്, അത് കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത്. അപ്പോൾ അതെനിക്ക് മനസ്സിലാവും, പക്ഷെ ഇത്രയും നാൾ നിങ്ങൾ ചെയ്തതൊക്കെ പരാജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ നാട്ടുകാർ വിചാരിക്കും എന്നോട് നിങ്ങൾ ഒന്നും പ്രൂവ് ചെയ്യണ്ട, പക്ഷെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ലോകത്തിന് അത് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കാണിക്കണം. നിങ്ങളുടെ ഇഷ്ടമാണ്, എന്തെങ്കിലും ചെയ്യാം ഇല്ലെങ്കിൽ ചെയ്യണ്ട. അപ്പോൾ അവിടുന്ന് ഞാനൊരു 1 മന്ത് എടുത്തു. എനിക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരുന്നു. ഓക്കെ ഒരു റോബോട്ടിക്സ് കമ്പനി അതിങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തു. ഒരു 1 മന്ത് പ്ലാൻ ചെയ്തു. ഒരു സുഹൃത്തിന്റെ 10 lakhs ഇൻവെസ്റ്റ്മെന്റ് എടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ഡേ തന്നെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇൻകർ റോബോട്ടിക് സൊല്യൂഷൻസ് രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെയാണ് ഇൻകറിലേക്ക് എത്തിയത്. എൻ്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. IT ആണ് എടുത്തത്, ബട്ട് എവിടെയാണ് ജോലി സാധ്യതകൾ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ സ്പെഷ്യലൈസേഷൻ കോഴ്സ് എല്ലാവരും ചെയ്യണ പോലെ ആ ഇൻഡസ്ട്രി അല്ലെങ്കിൽ അക്കാഡമിയ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലൈസേഷൻ കോഴ്സ് ഇൻ നെറ്റ്വർക്കിംഗ് ചെയ്തു. 6 months എടുത്തു അത് ചെയ്യാൻ. തൃശ്ശൂർ വന്നിട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ദുബായി പോയി ഒരു 2 months ജോലി നോക്കി. ബിക്കോസ് in my family nobody was a businessman or nobody was an entrepreneur, and they said you have to go to work. There is no other choice, you have to go to work. You can't do any business or anything like that. So ഞാൻ അങ്ങനെ ജോലി നോക്കി. എനിക്ക് അവിടെ ദുബായിൽ ഒരു ചെറിയൊരു കമ്പനിയുടെ ഫസ്റ്റ് ഒരു ഓപ്പണിംഗ് കിട്ടി. സോ ഐ വർക്ക് there for 1 year as database administrator. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ബ്രേക്ക് ത്രൂ വാസ് ആഫ്റ്റർ 1 year വാസ് ഇൻ ടേംസ് ഓഫ് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, US based ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ദുബായ് എൻറ്റിറ്റിയുടെ എനിക്ക് IT സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ജോലി കിട്ടി. So I worked with that company for almost 10 years and I moved up in the role in the ranks. 2006-2007 ഉണ്ടായിരുന്ന ഗ്ലോബൽ റിസഷനിൽ ജോലി പോകുന്നൊരു പേടി വന്നു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് എനിക്ക് കൂടുതൽ എന്തെങ്കിലും പഠിക്കണം, ബി അഗെയിൻ റെഡി ഫോർ ദ ജോബ് മാർക്കറ്റ്. അങ്ങനെ ഞാൻ CCI നെറ്റ്വർക്കിങ്ങിൽ എൻ്റെ കയ്യിലുള്ള സ്പെഷ്യലൈസേഷൻ ഡിഗ്രിയുടെ ഹയസ്റ്റ് സർട്ടിഫിക്കേഷൻ ഡിഗ്രി ഞാൻ എടുത്തു. That is also I struggled for 1 year, passed the exam, which is it's an 8-hour lab exam that I have to write. So അങ്ങനെ അത് 3 attempts ഞാൻ പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ I got a promotion in the same company after I got that. So I went into the business side. I understood the business, sales aspects, commercial operations, like the entry because they saw me as somebody that can be potential to the company. So they gave me an opportunity on the business side and gave me bigger market as well. So I was handling only UAE. Then they gave me Gulf and I got GCC as well. So that is how I see that the company that I was working for valued me. We went through mergers and acquisitions at that point of time. Pharmaceutical company was merging, with a lot of acquisitions happening. So I was part of 2 mergers of the company. And after 10 years, I felt there was nothing more that I can do with that company. So I left that company and I joined GlaxoSmithKline.
So Blackstone GCC operations in the which was including Saudi, which was having a field force of around 500 people, odd people. And our downsizing and all of this was happening at the same time because a lot of harmonization was happening because we formed from Gulf and Saudi, came into GCC. So a lot of things in terms of how to handle people, how to manage P&L, finance and things like that was under my portfolio. And at that point of time, I said I need to do something else in terms of pushing myself to the limit. So I did my master's as well. So as a part-time, I did it from University of Balachandran, master's in strategic marketing. So I had the sales, I got marketing, and it helped me to be with the company for almost 3 years. Then I said I needed a break after 15 years of corporate life, working non-stop. Just like how I would do my business, I was working there, and the growth was also there, the money was there. I had a lot of savings, so I felt that I wanted to do something different. So I took a sabbatical for almost 8 months, 9 months, and TiE family relocated because I have a wife and 2 kids, and we've all relocated here. And I was trying to see what else I could do because there was nothing more that I could push myself to the next level. Yeah, so that is where I was trying to understand what else I can do. അപ്പോൾ ഞാൻ തിരിച്ച് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ട് തിരിച്ച് ദുബായിലേക്ക് പോയി. ദുബായിൽ വെച്ചിട്ടാണ് ഞാൻ രാഹുലിനെ കാണുന്നത്. നമ്മൾ രണ്ടുപേരും തൃശ്ശൂരിലുള്ള ആൾക്കാരാണ്, പക്ഷേ ദുബായിൽ വെച്ചിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം. ആൻഡ് ഐ വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ഞാൻ കുറേയൊക്കെ കമേഴ്ഷ്യൽ ഓപ്പറേഷൻസിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ BI അതിൻ്റെ ഓട്ടോമേഷനും അങ്ങനത്തെ കുറേ പ്രോജക്ട്സിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. സോ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഇസ് ലോട്ട് ഓഫ് ഫ്യൂച്ചർ ഇൻ ദിസ്. And being in the pharmaceutical company, I know that having a rich pipeline of products or projects will help you to survive in any company in the long run. Otherwise, it will be stagnated, and there is always a chance of the bigger fish swallowing the small fish. And that I've seen that as well in my experience. So that is how I thought I could give something in terms of Inker, and I also joined hands in the year 2019. After 1 year after Rahul started, I said I will come on board, and we started together in terms of working together, and that's how we started as a partner. ഇതിപ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഒരു 10 lakhs ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് നമ്മളൊരു റിയൽ റോബോട്ടിനെ കൊണ്ടുവന്നു ദുബായി പോയി ആക്ച്വലി സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്നതാണ്, പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ അറിയുന്നതാണ്. ദെൻ സ്ലോലി നമ്മൾ സ്കൂൾസിൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ റിയൽ റോബോട്ടിക്സ് ഇപ്പോൾ ബേസിക്കലി ആ സമയത്തൊക്കെ ആർഡിനോ റാസ്ബെറി അങ്ങനെയുള്ള ബോർഡുകൾ വെച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ കിറ്റുകൾ വെച്ചിട്ട് സ്കൂൾസിൽ കോളേജിൽ റോവേഴ്സ് ബിൽഡ് ചെയ്യുക, ഇതാണ് റോബോട്ടിക്സ് എന്ന് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവൽ സംഭവങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ മനസ്സിലായി വലിയൊരു ഗ്യാപ്പ് ഉണ്ട് ആക്ച്വലി ഇവിടെ ഇൻഡസ്ട്രിയിലും എഡ്യൂക്കേഷനിലും എല്ലായിടത്തും ഒരുപാട് അഡ്വാൻസ്മെന്റിന്റെ ഒരു പോസിബിലിറ്റി കണ്ട് നമ്മൾ അങ്ങനെ ഒരു R&D ടീം പതിയെ ബിൽഡ് ചെയ്തു. അപ്പോൾ ആ ഒരുപാട് ഫണ്ട് വേണം. എനിക്കൊരു എൻ്റെ ഒരു സുഹൃത്ത് ഒരു 20 lakhs അഗൈൻ ഇൻവെസ്റ്റ് ചെയ്തു. ദെൻ തേർഡ് ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു 2 crores ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആക്ച്വലി ഞാൻ ദുബായിലുള്ള സമയത്ത് അമിത്തിനെ മീറ്റ് ചെയ്തിട്ടില്ല, അതിന് മുമ്പ് നമ്മൾ ദുബായിൽ മീറ്റിംഗ്സിലൊക്കെ പോയി സ്കൂൾസിലൊക്കെ പോയി ചെറിയ രീതിയിൽ അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ എനിക്കൊരു മെയിൽ വന്നു, ഇൻകർ റോബോട്ടിക്സിനെ പറ്റി കേട്ടിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ നേരിട്ട് കണ്ടാൽ കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് തൃശ്ശൂരുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ മോൻ കൈരളി ഫർണിച്ചേഴ്സ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഓണറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ആകെയുള്ളതൊരു ടാബാണ്. ടാബിൽ നമ്മളുടെ ഇതുവരെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു, ഇതാണ് ഉള്ളത്, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ അന്ന് രാത്രി പുള്ളിയെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, പുള്ളിയുടെ കയ്യിൽ കാര്യമായിട്ടൊന്നും ഇല്ല, പക്ഷെ ഒന്നുണ്ട്, നീ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തോ, അവരിതിനെ പറ്റിക്കില്ല തോന്നുന്നു എന്ന് മാത്രം പറഞ്ഞു. അത് പിന്നീട് പറഞ്ഞ കഥയാണ്, അതൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു 2 crores ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വന്നു. നമ്മൾ ദുബായ് എക്സ്പാൻഷൻസും നാട്ടിൽ നല്ല രീതിയിൽ ഒരു ലാബ് നമ്മൾ സെറ്റ് ചെയ്തു. അതിന് IIT ഡൽഹിയുടെ ബെസ്റ്റ് റോബോ ലാബ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായി നമുക്ക് 2019 യെസ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഗൾഫ് എക്സ്പാൻഷനും അടുത്ത ഘട്ടം ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ തപ്പിയിട്ട് ദുബായിൽ നമ്മൾ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹം ഇതുപോലെ ഒരു വ്യക്തി വന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ കണ്ടപ്പോൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമ്മൾ ബേസിക്കലി പറയുന്നതിനൊക്കെ അപ്പോൾ ഇതേത് മനുഷ്യൻ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കില്ല, ഇങ്ങനെയാണ് ഞങ്ങൾ ഡിസ്കഷൻ ഉണ്ടായത്. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും
സംസാര ശൈലി അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അമിത് ഹീസ് കമ്മിങ് ഫ്രം എ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ലോകത്തു നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ ഇവിടെ ഗുസ്തി അടി നടയും പഠിച്ചിട്ടാണ് ബേസിക്കലി കമ്പനി സ്റ്റാർട്ട് ചെയ്ത് മുമ്പിലേക്ക് പോകുന്നത്. അപ്പം ഇങ്കർ ലാക്ക് ചെയ്യുന്നതും അതായിരുന്നു ആ പ്രൊഫഷണലിസം. അതിനകത്ത് അത് ഓപ്പറേഷണൽ വൈസ് അമിത് എക്സലന്റ് ആണെന്ന് ഞാൻ പറയും. ഞാൻ കണ്ടിട്ടുള്ള നല്ലൊരു നല്ല രീതിയിൽ ഓപ്പറേഷൻസ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ ആ പ്രൊഫഷണലിസം മനസ്സ് കമ്പനിയിൽ വന്നപ്പോ അമിത് പറഞ്ഞു ഇതൊക്കെയാണ് നമ്മളുടെ പ്രശ്നം, ഇതൊക്കെയാണ്. ഓക്കെ, എന്നാൽ നിങ്ങൾ ഹെഡ് ചെയ്ത് ശരിയാക്കിക്കോന്ന് പറഞ്ഞു. അവിടുത്തെ ഒരു 1.5 വർഷം എടുത്തു അമിത്തിന് അത് ശരിയാക്കാൻ അല്ലേ? ഞാൻ കണ്ടത് in terms of lot of things. ഇന്നിപ്പോ രാവിലെ ഒരു ഐഡിയ പറഞ്ഞാൽ ടീം ആ ഐഡിയയുടെ പിന്നാലെ പോകും. നാളെ വേറെ ഐഡിയ ആണെങ്കിൽ ആ ഐഡിയയുടെ പിന്നാലെ പോകും. അവിടെ സ്ട്രക്ചർ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് it was thinking in terms of our processes and things like that. I work in corporates, I've seen it. I thought I can implement it here and I can add value. And I saw a lot of opportunities as well in terms of കുറേ പ്രോജക്ട്സ് ഉണ്ട്. അതെങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യണം, അതെങ്ങനെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യണം, ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യണം. ബിക്കോസ് സ്റ്റാർട്ടപ്സ് നമ്മൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അർജൻസിയിൽ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസിൽ, ബട്ട് ആ ഒരു വിഷൻ, ക്ലാരിറ്റി ഇൻ ടേംസ് ഓഫ് ദ വിഷൻ, ഓർഗനൈസേഷൻ എല്ലാവർക്കും അതുണ്ടോ, അങ്ങനത്തെ പ്രോസസ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഐ സ്ലോലി സ്റ്റാർട്ടഡ് putting these things in place and slowly started looking at how we could focus on, because all projects namukku edutha it was good projects, all projects good projects are a lot of opportunities in everything that we were trying to do. Ipo automation aanengilum alla kore opportunities undu, education aanengilum aa sector il kore opportunities undu, drone spraying aanengilum adinu kore opportunities undu. അപ്പോൾ എങ്ങനെ ഇതിന് ഗ്രേറ്റ് പ്രോജക്ട്സ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അതിൽ മോർ ഫോക്കസ് കൊടുക്കാം. അതൊക്കെയായിരുന്നു നമ്മൾ ഇനീഷ്യൽ ഒരു 1.5 years we were trying to see how we could focus on certain things, ensure the company is progressing in terms of not burning money but moving more into revenue making. This is what we were trying to do, and identifying the great projects from the good projects. Actually നമ്മളൊരു so far ഒരു 5 crores ഇൻവെസ്റ്റ്മെന്റ് വന്നു. അമിത്തും വന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റോട് കൂടിയിട്ടാണ്. ഒരു 5 crores ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ വന്നു. തൃശ്ശൂര് നമുക്കൊരു 57 എംപ്ലോയീസ്, എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. ദുബായിൽ ഒരു 20 പേരുടെ ടീം. ഒമാൻ അഗൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവായിരുന്നു ഓപ്പറേഷൻസ്. സോ ബേസിക്കലി നമ്മളുടെ മെയിൻ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾസിലും കോളേജസിലും അതുപോലെ പ്രൊഫഷണൽസിലും റോബോട്ടിക് ട്രെയിനിങ്, റോബോട്ടിക് ലാബ്സ്, ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിനായിരുന്നു നമ്മുടെ റവന്യൂ ഉണ്ടായിരുന്നു. കൊറോണ വന്നതോടുകൂടിയിട്ട് ഈ രീതിയിലുള്ള റവന്യൂസ് എല്ലാം സ്റ്റോപ്പായി. നമ്മൾ സ്കൂളുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് ലാബുകളായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം സ്റ്റോപ്പായി. സോ ശരിക്കും നമ്മൾ മാനേജ്മെന്റ് ടീം ഇരുന്നു, എന്താണ് നെക്സ്റ്റ് ചെയ്യുക. സ്കൂൾസ് ഒന്നും തുറക്കാൻ ലക്ഷണമില്ലാന്ന് നമുക്ക് മനസ്സിലായി. കുറെ നാളൊക്കെ നമ്മൾ ടീമിനെ പിടിച്ചിരുത്തി. പതുക്കെ നമ്മൾ ടീമിന്റെ സൈസ് കുറച്ചു തുടങ്ങി. ദെൻ ആ സമയത്ത് ആക്ച്വലി ഇരുന്ന് ഇനി എന്താണ് ഫ്യൂച്ചർ എന്ന് ചിന്തിച്ച് റിയലൈസേഷൻ വരാൻ കുറെ സമയം എടുത്തു. ഒരു സെക്കൻഡ് വേവ് വരുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലായി ഇത് ഈ രീതിയിൽ പോയാൽ പറ്റില്ല. ഞങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു 2-3 ഡൊമൈൻസ് നമ്മൾ സെലക്ട് ചെയ്ത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് അതിലൊന്നാണ് നമ്മൾ ആക്ച്വലി ഇപ്പൊ ഇൻകർ ചെയ്യുന്നത്. ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസിൽ റോബോട്ടിക്സ്, AI, IoT, 3D പ്രിന്റിംഗ്, AR, VR, ക്ലോൺസ്, ഈ പറയുന്ന ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസിന്റെ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കുറച്ച് അഹങ്കാരം എന്നറിയാം, അങ്ങനെ വലിയൊരു ടാസ്ക് ഒക്കെ പറയുന്നത്, പക്ഷെ അതാണ് സ്വപ്നം. ആ ഒരു ഈ പറയുന്ന ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസിന്റെ ഒരു എക്കോസിസ്റ്റം, അത് എല്ലാ അർത്ഥത്തിലും അതിനുവേണ്ട കണ്ടന്റ്, കമ്മ്യൂണിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം ബിൽഡ് ചെയ്യാനാണ് ആക്ച്വലി ഞങ്ങളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് എടുത്താൽ, ഇപ്പൊ നമ്മൾ സ്കൂൾ കുട്ടികൾ, കോളേജ് സ്റ്റുഡൻസിന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഞങ്ങളൊരു പ്ലാറ്റ്ഫോം, ഒരു ഗെയിമിഫൈഡ് പ്ലാറ്റ്ഫോം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻകർ ലേൺ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. ഇൻകർ ലേണിന്റെ കീഴിലാണ് അതെല്ലാം വരുന്നത്. അതിൽ തന്നെ അത് ഫിജിറ്റൽ മോഡലാണ്, അതിൽ ഹാർഡ്വെയർ വരുന്നുണ്ട്. ദെൻ ഇതിലേക്ക് കമ്മ്യൂണിറ്റീസ്, ഈ ലാബുകൾ, ദെൻ കുറച്ചും കൂടെ വലിയൊരു മിഷൻ, ഒരു റോബോ പാർക്ക് വി ആർ വർക്കിംഗ് ഓൺ. ഇപ്പൊ തൃശ്ശൂര് ഞങ്ങൾ ലാസ്റ്റ് പൂരം എക്സിബിഷൻ ഒരു റോബോട്ടിക് എക്സ്പോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയ വീഡിയോസ് കാണും. അതിൽ ഹ്യൂമനോയിഡ് റോബോട്ട്സ് തൊട്ടിട്ട് AR, VR എല്ലാം ആളുകൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ലൈക്ക് നമ്മളുടെ റോബോ ഡോഗ്, അതുപോലെ നാവോന്റെ ഹ്യൂമനോയിഡ് റോബോട്ട്സ്, കുക്കിംഗ് റോബോട്ട്, AI പ്രൊജക്ടുകൾ, ഒരു കർഷകന് വന്ന AI എങ്ങനെ യൂസ് ചെയ്യാന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എക്സ്പോ ചെയ്തു. 1 ലക്ഷം ആളുകൾ കണ്ടു. 70 ലക്ഷത്തോളം രൂപ റവന്യൂ ഞങ്ങൾക്ക് കിട്ടി. ഇപ്പൊ ആ എക്സ്പോ കോയമ്പത്തൂര് നെക്സ്റ്റ് മന്ത് നമ്മൾ അഗൈൻ ചെയ്യാം. സോ ഇങ്ങനെ എങ്ങനെ സാധാരണ ആളുകൾക്ക് ടെക്നോളജീനെ മനസ്സിലാക്കിക്കാം. അതുപോലെ ഈ യൂസിങ് ടെക്നോളജി നമ്മൾ ബോംബ് ഉണ്ടാക്കാനല്ല, നിങ്ങൾ പണ്ട് ആർമിക്ക് വേണ്ടി പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതല്ല ലക്ഷ്യം. എങ്ങനെ നമ്മുടെ ചുറ്റിലുമുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, ആ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം, അത് എത്തിക്കാം എന്നാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണ്ട ഫണ്ടിങ് റിക്വയർമെന്റ്സ് ഒക്കെ നോക്കിയപ്പോൾ
we understood that there was a lot of more things that we need to do, and we were just, not being focused. അപ്പോൾ അവിടെയാണ് നമ്മൾ ഒരു കോൾ എടുത്തത്, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക in terms of, because നമ്മൾ അവിടെ ആ ഒരു ടൈമിൽ we did a few projects, like for example പാവക്കൂത്ത് എന്ന് പറഞ്ഞ ഒരു കലേന ആർട്ട് ഫോമിനെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് കൽപ്പാത്തിയിലുള്ള ഒരു മ്യൂസിയത്തിൽ കൊണ്ടുവച്ചു. We did automated guided vehicles ചെയ്തു ആ ഒരു ടൈമിൽ, and we gave it to a medical company for UV sterilization. So we did a lot of these innovative projects, but none of these projects were making money. But at the same time, there were a lot of things that we thought we could add value to the society, as well as in terms of namukku revenue collect, produce continuous revenue streams like konduvaran pattum. Appo that is one thing that we said we need to have a strategic roadmap, and we focus on few things and get it right before we diversify into other projects or other things. Avada nammal nokkiyathu endanu vecha, is the market ready? So especially like a market like India, it is not ready to have these kind of robots, because the cost of robots is at a very high level. The only thing that we saw an opportunity was getting these into the grassroots levels, how we could introduce these kind of concept, because nammal our vision ana, even like what Elon Musk did, he showed us all that we can reach Mars by proving that and showing it to us by a shuttle rocket. Yeah, our same concept on number. We had a lot of robots, we had a lot of assets, so how do we ensure that we take this forward and bring it to the masses? So that is where the expo concept came in, and we said that is something that we could do, and the grand vision of that is the robotic part. So that is one project that we have, and that is the vision that we have for that, and from that we can do products and solutions, we can do a lot of these academic trainings and things like that as well. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആക്ച്വലി ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കയ്യിൽ കാശൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും സ്റ്റാർട്ടപ്സിന്റെ പ്രോബ്ലം റവന്യൂ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ റോബോട്ടിക്സ് അല്ലെങ്കിൽ ഈ ഹാർഡ്വെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യം ചെയ്യാനായാലും ഒരുപാട് ഫണ്ട് വേണം നമുക്ക്, കാരണം അത്രയും ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു 1 year ആക്ച്വലി കൊറോണയൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാം സെറ്റായി, പക്ഷേ ഒരു പോലും കയ്യിലില്ല. ദെൻ അഗെയിൻ ഇൻവെസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടീം സൈസ് ഒക്കെ കുറച്ച് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 57-5 പേരായി. അപ്പോഴത്തേക്കും ഞങ്ങളുടെ പ്രൊഡക്റ്റ് റെഡി ആയിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഗെയിമിഫൈഡ് ഇൻകറിൽ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം റെഡിയാണ്, അതിലേക്ക് വേണ്ട കണ്ടന്റ്, അതിലൊരു ആക്ച്വലി അതൊരു മൂവി പോലെ നമ്മൾ ചെയ്യുന്നത്. പുതിയൊരു മെത്തേഡിലാണ് അതിന്റെ എൻ്റെ കണ്ടന്റ് വരുന്നത്, അതിന്റെ സ്ക്രിപ്റ്റിംഗ്, അതിന് വേണ്ട ഹാർഡ്വെയർ, ഇതൊക്കെ റെഡിയാണ്. പക്ഷെ ഇത് ചെയ്യാൻ കാശ് വേണം. അങ്ങനെ അഗെയിൻ ഞങ്ങൾ ഫണ്ടിങ്ങിന് ഇറങ്ങി. It took almost 1 year. പിന്നെ ബേസിക്കലി എല്ലാ സ്റ്റാർട്ടപ്പും ഉണ്ടാവില്ല, പക്ഷെ ഒരുപാട് സ്റ്റാർട്ടപ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ക്യാപ് ടേബിൾ ബേസിക്കലി ഭയങ്കര, ഇപ്പൊ നമ്മൾ ഇനീഷ്യലി വന്ന ആളുകൾ അതിൽ കുറെ ഈഗോ, അങ്ങനെ കുറെ പ്രോബ്ലംസ് നമുക്കും ഉണ്ടായിരുന്നു. അപ്പം നല്ല ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അതൊക്കെ ഒരു ഇഷ്യൂ ആയിരുന്നു. സോ ഒരു 1 year എടുത്തിട്ടാണ് ഞങ്ങൾ ബേസിക്കലി ഈ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് നമുക്കൊരു 10 crores ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഒരു ഫ്യൂ മന്ത്സ് ബാക്ക് റൈസ് ചെയ്തു. HK വെഞ്ചേഴ്സ് തൃശ്ശൂർ തന്നെയുള്ള ഒരു ഗ്രൂപ്പാണ്, അതിൽ ഖത്തറും US-ലുള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു ഫണ്ടിങ് കഴിഞ്ഞു. ആ ഒരു ഫണ്ടിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തൃശ്ശൂർ എക്സ്പോ ചെയ്തത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ റോബോ പാർക്ക് എന്നുള്ള കോൺസെപ്റ്റ് പലരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ തൃശ്ശൂർ പൂരത്തിന് ഈ എക്സ്പോ കണ്ടപ്പോൾ ഈ പറഞ്ഞ ആളുകളെല്ലാം തിരിച്ചു വരികയും ഒരു 50 crores ഇൻവെസ്റ്റ്മെന്റ് വരെ നമുക്ക് പോകാനായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുകയും ഇപ്പോൾ കൊച്ചിയിൽ ഞങ്ങൾ ആ ഒരു റോബോ പാർക്ക് എനിക്ക് തോന്നുന്നു മാർച്ചിൽ നമുക്കത് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എഗെയിൻ നമ്മളൊരു വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറെ, ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ നമ്മളുടെ ഒരു റോബോട്ട് ഉണ്ട്. ദെൻ ഈവൻ നമുക്ക് ബാറിലേക്ക് ഒരു റോബോട്ട് ചോദിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്, നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് പറയാൻ അല്ലെങ്കിൽ റിവീൽ ചെയ്യാൻ പറ്റാത്ത പ്രൊജക്റ്റുകളുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും എന്താ പറയാ, ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഈ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് നമ്മൾ ഇപ്പോൾ ഗ്രാമ 4.0 എന്ന് പറഞ്ഞൊരു പദ്ധതി ഞങ്ങൾ ചിന്തിച്ചിട്ട് പിസാഫായിട്ട് ചേർന്നിട്ട് അത് ചെയ്യാനുള്ളത്. അതായത് സ്കൂളുകളിലേക്ക്, നമ്മളുടെ ഗ്രാമങ്ങളിലെ സ്കൂളുകളിലേക്ക്, ഇപ്പോൾ പട്ടണങ്ങളിൽ നമ്മൾ ഈ എക്സ്പോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ വരും, കാണും, വളരെ യാന്ത്രികമായിട്ട് അവർ കമന്റുകൾ. പക്ഷെ നമ്മളൊരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അവിടുത്തെ കുട്ടികൾ ഈ റോബോട്ടിനെ അല്ലെങ്കിൽ ഒരു ഡ്രോൺ പറന്നു പോകുമ്പോൾ ചെയ്യുമ്പോൾ അവരിലുണ്ടാവുന്ന ഒരു കൗതുകം, അവർ അതിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ, അവർ പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. നമ്മളെ തടഞ്ഞു നിർത്തി ഇതെങ്ങനെയാ ഈ സാധനം പോകുന്നത്, ഇതെങ്ങനെയാ സംസാരിക്കുന്നത്, ചേട്ടൻ പറയുന്നത് എങ്ങനെയാ അതിന് മനസ്സിലാവുന്നത്. അപ്പൊ ആക്ച്വലി നമുക്ക് ആ ഇക്വിറ്റി ക്വാളിറ്റി അവിടെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് ഇൻകർ
പോയിക്കൊണ്ടിരിക്കുന്നത്. Yeah, I think it's been tough. Once Corona was there, and after 1 year after that, quite tough situations in that. But I think what we try to do is to see the good things about it and take the hard call. Because one of the opportunities that we got was in Flowers. Flowers TiE, overnight they came and said they want a couple of robots and a serving robot. We had the serving robots, but our arms and hands. So it's within a couple of days that we got the arms and we were able to do it. And that show gave us a good mileage. Yeah, where Revenue also. Revenue as well. Yes, and that made us survive as well for a few months in terms of, and made us believe that we could do it. Our project idea that it's something that we should not say that it is over till it is over. And that strength in making us go forward is where we are today, I would say. Right. So ഇതൊക്കെയാണ് ഇന്റർനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ then the technology what we are dealing with, നേരത്തെ പറഞ്ഞ പോലെ futuristic technologies like robotics, AI, IoT. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഹൈപ്പർസ്പെക്ട്രൽ ഇമേജിങ് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് പ്രൊജക്റ്റുകൾ നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ രസമാണ്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പലർക്കും ബോറടിക്കുന്നുണ്ടാവും. നേരത്തെ VR-നെ പറ്റി പറഞ്ഞില്ലേ? കുറച്ച് മുന്നേ പറഞ്ഞു വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെന്റഡ് റിയാലിറ്റിയിലും വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പം നമ്മൾക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിലൊക്കെ ഡേ ടു ഡേ ആയിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ. ഈ വെർച്വൽ റിയാലിറ്റിയും ഈ റോബോട്ടിക്സും നമ്മുടെ ഒരു സ്പെഷ്യലി വെർച്വൽ റിയാലിറ്റി നമ്മുടെ ഒരു മൊബൈൽ ഫോൺ സിനാരിയോയിൽ മാറ്റങ്ങൾ വരുത്തുമോ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ലോഞ്ച് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, സിമിലർ ഒരു പ്രൊഡക്റ്റ് കൊച്ചിക്കാരൻ പയ്യൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അറിയോ? എന്താ പേര്? രോഹിത് ദേവ്, നിമോ പ്ലാനറ്റ് എന്ന് പറഞ്ഞത് സിമിലർ സാധനം. പുള്ളി അത് ഡെവലപ്പ് ചെയ്തിട്ട് മേ ബി ആപ്പിൾ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടാവണം, അതെനിക്കറിയില്ല. പുള്ളി എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഇവര് ആക്ച്വലി നമ്മളുടെ ഓഫീസിലൊക്കെ വന്നിട്ട് ഇതിന്റെ ഡെമോ ഒക്കെ തന്നിട്ടുണ്ട്. സെയിം സാധനം. അതായത് ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നു, ഇതുപോലെ ഒരു ഗ്ലാസ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നു, എനിക്ക് നിങ്ങളെയൊക്കെ കാണാം, വേണമെങ്കിൽ എനിക്ക് അതിന്റെ മുകളിൽ ഓഗ്മെന്റ് ചെയ്യാം. സോ ഒരുപാട് കമ്പനീസ് ഇതിലേക്കാണ് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇപ്പൊ ഫോണാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറും. നമ്മളുടെ ഫോൺ മിക്കവാറും ഒരു 5 വർഷത്തിനുള്ളിൽ ഇതിലേക്ക് വരും. അപ്പൊ എനിക്കിപ്പോ എന്റെ മുമ്പിൽ ഇദ്ദേഹം ഇരിക്കുന്നുണ്ട്, എനിക്ക് മുഖത്ത് നോക്കി ക്യാമറ ഫേസ് ഡിറ്റക്ട് ചെയ്തോ ഇവിടെ തന്നെ എഴുതി കാണിച്ചു ഇദ്ദേഹത്തിന്റെ പേര് കാര്യങ്ങൾ. അപ്പൊ എനിക്ക് സംസാരിക്കാൻ എളുപ്പം. ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ അത് കൂടുതൽ എഫക്റ്റീവ് ആവും. ഗെയിമിംഗ് അത് വേറെ ലെവലിൽ കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ ജീവിതത്തിന് ആക്ച്വലി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി AR and VR ഉണ്ട്. Then again, Inker actually RoboVerse എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. RoboVerse ഒരു കംപ്ലീറ്റ്ലി ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആൻഡ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ് ഈ ഒരു സംഭവം. ഇതിനെപ്പറ്റി പറഞ്ഞാൽ നിർത്താൻ പറ്റില്ല. ഞങ്ങളിപ്പോ 35 പേരാണ്. തൃശ്ശൂർ. സോ മെയിൻലി ഞാനൊരു ഡ്രീമറാണ്, ഓപ്പറേഷൻ എല്ലാം അമിത്താണ്. സോ പ്രോഡക്റ്റ് അതിന്റെ കമ്പനി വിഷൻ ആ കാര്യങ്ങളിൽ ഞാനാണ് ഫോക്കസ് ചെയ്ത് പ്രോഡക്ട്സ് ഡെവലപ്മെന്റ് ഞാൻ ഹെഡ് ചെയ്യുന്നു. അമിത്താണ് കമ്പനി CEO, ഓപ്പറേഷൻസ് കംപ്ലീറ്റ് അമിത് ഹാൻഡിൽ ചെയ്യുന്നു. നമ്മുടെ CTO IIT മദ്രാസ് എന്നുള്ള ഒരു കാർത്തിക് കൊല്ലംകാരനാണ്, അദ്ദേഹത്തിന്റെ കീഴിലാണ് എഞ്ചിനീയേഴ്സ് എല്ലാവരും. സോ ഇങ്ങനെയാണ് കമ്പനി. ശരി. മൈസെൽഫ് ഡോക്ടർ അബ്ദുൽ നാസർ, ഞാൻ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ പരിശീലന പ്രിൻസിപ്പൾ. ഞാൻ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് സാംബശിവറാവ് സാറ് കളക്ടറായിരുന്ന സമയത്ത് ഞങ്ങളൊരു പ്രോജക്റ്റ് തുടങ്ങി എഡ്യൂമിഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കോഴിക്കോട് ജില്ലയെ പറ്റി പഠിച്ചപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഏതാണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഡൽട്ട് ടിങ്കറിംഗ് ലാബുകളും അതേപോലെ തന്നെ ATL ലാബുകളും ഇപ്പോൾ എഡ്യൂമിഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്ഥാപിച്ച ലാബുകളും ഏതാണ്ട് 50-ലധികം സ്കൂളുകളിൽ 20 lakhs-ന്റെ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ പിന്നെ യൂണോ ഉപയോഗിച്ചുള്ള കിറ്റുകളൊക്കെയുള്ള ലാബുകൾ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപക്ഷെ ആദ്യം തുടങ്ങിയിരുന്ന ആ ഒരു മേഖല ഇപ്പോഴും വളരെ വളരെ വരണ്ട് കിടക്കുക.
ഒരുപക്ഷെ നമ്മൾ പറയുന്ന കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസിന്റെ ഫ്യൂച്ചർ ടെക്നോളജിയുടെ ക്രാഡിൽ നിന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് സ്കൂൾസാണ്. അതുകൊണ്ടായിരിക്കും ഈ സ്കൂൾ കുട്ടികൾ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടുകൂടിയാണ് ഞാനത് പറയുന്നത്. ഇപ്പോഴും സത്യം പറയുകയാണെങ്കിൽ സ്കൂളുകളിലെ ഈ 50ഓളം ലാബുകൾ എന്ന് പറയുന്നത് അണ്ടർ യൂസ്ഡ്. അത് 20 ലക്ഷത്തിൻ്റെയൊക്കെ മെറ്റീരിയലുകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ നടക്കാവ് സ്കൂളിൽ ലാബ്, ഇതേപോലെ എല്ലാ സ്കൂളുകളിലും ലാബുകളുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഇത് ബേക്കറിയിലെ ഒരു തട്ടിൽ കാണുന്ന കയ്യിൽ പൈസ ഇല്ലാത്ത കുട്ടി വട കാണുന്നത് പോലെയാണ്, വാങ്ങിക്കണമെന്ന് നുണയ്ക്കാനല്ലാതെ ഇത് ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞെങ്കിൽ പ്രധാനമായിട്ടും സ്കൂൾ അധ്യാപകർക്കും ഇത് യാതൊരു രീതിയിലും അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ സ്കൂളുകളാണ് ഏറ്റവും മികച്ച മൈൻഡുകൾ, ഈ ചെറിയ കുട്ടികൾക്ക് ഇത്രത്തിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയകളുള്ള വേറൊരു ഗ്രൂപ്പ് ഇല്ല എന്നുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി ചെയ്തതെന്ന് വെച്ചാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷ്യം എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഇതേപോലെ തുടങ്ങി. അവിടെ ഞങ്ങൾ പിന്നെ ഈ നമ്മുടെ നന്മണ്ട ഉള്ള ഈ നമ്മുടെ ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, അവിടെ നമ്മൾ പബ്ലിക്സിന്റെ ഇതേപോലെയുള്ള താല്പര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കൊക്കെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും ഈ ഒരു മേഖലയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. എന്താണ് നമുക്കത് ചെയ്യാൻ കഴിയും? നിങ്ങൾ കുറെ ആദ്യം അതിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്, അതിപ്പോഴും വരണ്ട് കിടക്കുകയാണ്. അതിനൊന്നുകൂടി പച്ചപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് സജഷൻസ് ആണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാം. സജഷൻസ് എനിക്കറിയില്ല, ഞങ്ങളത് പറഞ്ഞാൽ ശരിയാവും. കാരണം നമ്മളൊരു പ്രൈവറ്റ് എൻറ്റിറ്റിയാണ്. ഇപ്പൊ ഇതൊരു പൊതുവിഷയമാണ് ബേസിക്കലി. അപ്പൊ അതിൽ ഒരുപാട് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ആൻസർ ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. ഞാൻ എൻ്റെ വ്യൂ പറയാം. ഒന്ന്, ഞങ്ങൾ റോബോട്ടിക്സ് ട്രെയിനിങ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഞാനൊരു 8ാം ക്ലാസ്സിലെ കുട്ടിയുടെ പാരന്റിനെ ഒരു പ്രാവശ്യം അദ്ദേഹം എന്നെ വിളിക്കുകയുണ്ടായി. ഞങ്ങൾ അവരുടെ സ്കൂളിൽ പോയിട്ട് ഒരു ബ്രോഷർ കൊടുത്തു. ആ ബ്രോഷർ കണ്ടിട്ട് ആ പാരന്റ് വിളിച്ചിട്ട് ഭയങ്കര ഇറിറ്റേറ്റിംഗ് രീതിയിൽ സംസാരിക്കുക. നിങ്ങൾ എന്തിനാണ് എൻ്റെ മോളോട് ഇത് ചേരാൻ പറഞ്ഞത്? അവളെ ഞാൻ ഒരു MBBS ഡോക്ടർ ആക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്ത് ഗുണമാണ് എനിക്ക് ഈ കുട്ടി ഈ റോബോട്ടിക്സ് അല്ലെങ്കിൽ ഈ ടെക്നോളജി പഠിച്ചിട്ടുണ്ടാവും? അന്ന് എനിക്ക് ഉത്തരം ഉണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞു, സാറ് വിടണ്ട, ഞാൻ ചെയ്തതിൽ തെറ്റെന്ന് പറയേണ്ടി വന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു മേഖല എടുത്താലും, അത് മെഡിക്കൽ ആയിക്കോട്ടെ, ഷെഫ് ആവാൻ ആഗ്രഹിക്കുന്നു, ബാങ്കിങ് ആയിക്കോട്ടെ, CA ആയിക്കോട്ടെ, കർഷകനായിക്കോട്ടെ, ഈ റെസ്പെക്റ്റീവ് ടു ഇൻഡസ്ട്രീസ് ഈ പറയുന്ന നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസ് ഇല്ലാതെ മുമ്പിലേക്ക് പോകാൻ പറ്റില്ല. സോ ഇഫ് യു ആർ എ ഡോക്ടർ, യു ആർ ഗോയിങ് ടു ഡു സർജറീസ് ഇൻ ദിസ് റോബോട്ട്സ്, അല്ലെങ്കിൽ IoT എക്കോസിസ്റ്റം ആണ് ഈ ഹോസ്പിറ്റൽസിനെ ലീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഡോക്ടർക്ക് ടെക്നോളജിനെ പറ്റിയിട്ട് അറിയണം, കർഷകനെ അറിയണം. ഒരു ഇപ്പൊ ബാങ്ക്സിൽ ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് ബാങ്കുകൾ. അവര് ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് കൂടുതൽ ടെക്നോളജി കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഇതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഏറ്റവും നമ്മൾ പറഞ്ഞ വളരെ കറക്റ്റാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്കൂൾ സ്റ്റുഡൻസിലാണ്. പക്ഷെ എന്ത് ചെയ്യാം, മാറി വരുന്നുണ്ട് ആളുകളുടെ ചിന്താഗതി. ഒരുപാട് പാരന്റ്സും ആളുകളൊക്കെ ഇതിനെ പറ്റി മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മളുടെ ഗവൺമെന്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എഫക്റ്റീവ് അല്ല. ഇപ്പൊ ഈ പറഞ്ഞ ടിങ്കറിംഗ് ലാബ് തന്നെ അതൊരു വളരെ നല്ലൊരു പ്രൊജക്റ്റ് ആയിരുന്നു. പക്ഷെ അതിൽ പാളിപ്പോയത് അതിന്റെ ഓപ്പറേഷനിലാണ്. ആ പൈസ കൊടുക്കുക, അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനികൾ അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. കാരണം 10 ലക്ഷം രൂപ ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിരിക്കുന്നത് 5 ലക്ഷം പോലും ഇല്ല. 3-3.5 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് ബാക്കി കൈക്കൂലിയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അത് വേണ്ട രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ വേണ്ടത് ബേസിക്കലി ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, പോളിടെക്നിക്കുകളുണ്ട്. ഇവിടെ നല്ല രീതിയിൽ അറിവുള്ള കുട്ടികളെ തന്നെ കൊണ്ടുവന്ന് നമ്മൾ, കാരണം ഒരു കമ്പനിയോ ഗവൺമെന്റോ ഒന്നും വിചാരിച്ചാൽ അത് നടക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന് നമ്മളൊരു കമ്മ്യൂണിറ്റി, ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ അവയർനെസ് ഉള്ള ഒരുപാട് മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ടീച്ചേഴ്സിനല്ല, ഇപ്പൊ ടീച്ചേഴ്സിന് ഞങ്ങൾക്ക് FDP പ്രോഗ്രാംസ് ഉണ്ട്. ഞങ്ങൾ നോക്കുന്നത് കാരണം ഈ കുട്ടികൾ ചോദ്യം ചോദിക്കുന്നത് ടീച്ചർമാരോടാണ്. ടീച്ചർമാർക്ക് AI എന്താണ്, റോബോട്ടിക്സ് എന്താണ്, AR എന്താണ്, VR എന്താണ്, ഒരുപാട് പറയണ്ട. ബേസിക് നോളജ് അത് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ ആ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ കോളേജുകളിലെയും പോളിടെക്നിക്കിലെയും കുട്ടികളെ സ്കൂളുകളിൽ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. മേ ബി നടക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നു Inker project is a good initiative. It's basically something that the infrastructure is there. Infrastructure already set up ആണ്. ഇനി അത് പഠിപ്പിക്കാനുള്ള കറിക്കുലവും അത് പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സും ആണ് അവിടെ വേണ്ടത്. അത് അലൈൻഡ് ആണ്, NEP പോളിസി ആയിട്ട് അലൈൻഡ് ആണ്. അവർ പറഞ്ഞത് 2025, 2035, 2026 it will be ready, which is a long time to go. But because we have the lab, we have the infrastructure, we are impatient in terms of how to implement. ഞാൻ നോക്കിയിട്ടുള്ളത് ചില സ്കൂൾസിൽ, വെരി മൈനോറിറ്റി ഓഫ് ദ സ്കൂൾസിൽ ഇത് കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ആയിട്ട് പോകുന്നുണ്ട്. Because the staff there is able to take the initiative and take it forward.
ആ ചേഞ്ച് മാനേജ്മെന്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ബട്ട് മെജോറിറ്റി ഓഫ് ദി സ്കൂൾസ് ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ അവിടെ അത് എന്താണ് ചെയ്യേണ്ടത്, ആ ലാക്ക് ഓഫ് ഗൈഡൻസ് അവിടെ എപ്പോഴും ഉണ്ട്. ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, ബട്ട് ഐ തിങ്ക് ഇറ്റ് വിൽ ഹാപ്പൻ. സൂചിപ്പിച്ചത് കോഴിക്കോട് ഇൻഫ്രാസ്ട്രക്ചർ അത്രയും നിൽക്കുകയാണ്. ഞാനിപ്പോൾ അത് ചെയ്യേണ്ട ഒരാളാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ള എഫേർട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളെ ഞാൻ ഏതാണ്ട് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്ന ഒരു 60 കുട്ടികളെ ഇന്റേൺസ് ആയിട്ട് കലക്ടർ മുഖേന പിടിച്ചുകൊണ്ടുവന്നു. പക്ഷെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം ഇവർക്ക് അന്നപ്പോഴേക്ക് ടെർമിനൽ എക്സാമിനേഷൻ, അവരുടെ എക്സാം, അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ ഒരു ചെറിയ പ്രോജക്റ്റ് പോലും ചെയ്യാൻ കഴിയില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഇന്റർ പോലെയുള്ള ഒരു സംവിധാനത്തിൽ കോഴിക്കോട്ടെങ്കിലും ഞാനുള്ള വേദി ഒരുക്കി തരാം. ഒരു ടീച്ചേഴ്സിന് ഈ ഫാക്കൽറ്റി, നിങ്ങളുടെ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ബൾക്കായിട്ട് ഇത്തരത്തിലുള്ള കുട്ടികളെയും ഈവൻ പബ്ലിക്സ് ഒക്കെ ഉണ്ട്, സ്കൂൾ സ്റ്റുഡൻസിനെ തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടും. ഇപ്പം +2 ലെവലിലുള്ള കുട്ടികൾ ഇപ്പം അവർ പഠിക്കില്ല, അല്ലെങ്കിൽ A+ എന്ന് അല്ലാത്ത രീതിയിലുള്ള മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ, അപ്പോൾ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെ നമുക്കൊരു നല്ല പ്രോജക്റ്റ് ഏതെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും പറ്റും. ഞങ്ങൾക്ക് നെക്സ്റ്റ് പാർക്ക്, റോബോ പാർക്ക് ഇവിടെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അത് കഴിയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കാര്യം കാണണം. ഇപ്പോൾ AI ആണ്, റോബോട്ടിക്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കുറച്ചും കൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റി, അതായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അതിലേക്ക് കൂടുതൽ ആളുകൾ വരുള്ളൂ. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോഴിക്കോട് ഒരു റോബോ പാർക്കിൽ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നാണ് അതിനൊരു സാഹചര്യം വരുന്നത്, നമ്മളത് ചെയ്യും. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്ക് പങ്കെടുക്കാൻ ഒരു വിരോധമില്ല. എക്സ്പോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, നമുക്ക് ഓഫ്ലൈൻ ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങളാൽ കഴിയുന്നത്. ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ 4 വർഷം നമ്മൾ ഓടുന്നത് സ്റ്റാർട്ടപ്സ് ഒക്കെ ഓടെ എല്ലാവർക്കും അറിയാം. എന്ത് കിട്ടിയാലും നമ്മൾ അതിന്റെ പിന്നാലെ ഓടും, പേരും ഇതൊക്കെ നോക്കി. പക്ഷെ ഇപ്പോ നമ്മൾ ഓടുന്നത് റവന്യൂസിലാണ്. കാരണം വൺസ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ മുകളിലുള്ള ആളുകളുണ്ട്. അവര് മാത്രമല്ല, നമ്മളൊരു 2 വർഷത്തിലൊരു സീരീസ് ഒരു 100 crore മുകളിൽ ഫണ്ടിങ്ങിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനുള്ളിൽ നിൽക്കുന്ന എന്ത് കാര്യത്തിനും 100%, കാരണം കമ്മ്യൂണിറ്റി നന്നായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. എൻ്റെ പേര് ഷമീം എന്നാണ്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫാക്കൽറ്റിയാണ്, KMC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എനർജി ടെക്നോളജി. അപ്പോൾ നമ്മൾ സാറ് പറഞ്ഞ അതേ സംഭവം ആശയമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് ഫാക്കൽറ്റി ഇപ്പോൾ നിങ്ങളുടെ FTP പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ ഇപ്പോ ഈ AI ക്യാമറകളൊക്കെ വന്നതോടുകൂടി AIക്ക് ഒരു ട്രെൻഡാണ്, ഭയങ്കരമായിട്ടുള്ള ഒരു ട്രെൻഡാണ്. ഇപ്പോൾ സൈബർ AI ഒക്കെയാണ് എമർജിംഗ് കോഴ്സസ് ഭയങ്കര ട്രെൻഡാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് ശരിക്കും കമ്പ്യൂട്ടർ സയൻസിന്റെ തിയററ്റിക്കൽ കോൺസെപ്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഈ ബേസിക് ആയിട്ടുള്ള ഓർഡിനോ, അതേപോലെ റാസ്ബെറി പൈ, ഇതേപോലുള്ള ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഫാക്കൽറ്റിയായി നമുക്കും കൊടുക്കുന്നതിന് ചില പരിമിതികളുണ്ട്. കാരണം അവരുടെ നമ്മുടെ കരിക്കുലത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇത് കൊളാബറേറ്റ് ചെയ്തപ്പോൾ സാറ് പറഞ്ഞ പോലെ ഫാക്കൽറ്റിക്ക് അതേപോലെ പബ്ലിക് ആയിട്ട് ഒരു അവയർനെസ് ആയിട്ട് ഒരു ഗൈഡൻസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്താൽ നന്നാവും. അതേപോലെ അങ്ങനെ കണ്ടക്ട് ചെയ്യാം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പോ ഞാൻ ബേസിക്കലി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. അപ്പോ ഈ LED ബൾബ് റിപ്പയർ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അത് ശരിക്കും നമ്മൾ വാങ്ങുന്നതിനേക്കാളും അത് റിപ്പയർ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ JDTയിൽ പഠിക്കുന്ന വർക്ക് ചെയ്യുന്ന സമയത്ത് സീനിയർ സ്റ്റുഡൻസിനെ കൊണ്ട് അവർക്ക് 1-2 പേർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് ജൂനിയേഴ്സിനെ പഠിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു മൈലേജ് റിപ്പയറിംഗ് ആൻഡ് അപ്പൊ കുട്ടികൾക്ക് ശരിക്കും പഠനത്തിനേക്കാളും ഇങ്ങനത്തെ ചില കോൺസെപ്റ്റുകളിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഐഡിയകൾ കുട്ടികളിലുണ്ട്. അപ്പൊ അവരാണ് പറഞ്ഞത് ഞങ്ങൾ അടുത്ത വർഷം ജൂനിയേഴ്സിനെ സ്റ്റുഡൻസിന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാറ്. അപ്പൊ ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് സ്റ്റുഡന്റ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോം പറഞ്ഞല്ലോ, അത് സ്റ്റുഡൻസിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, അപ്പൊ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് എങ്ങനെയാണ് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ, ഇത് ഇൻകർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ബേസിക്കലി നമ്മൾ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. 8 വയസ്സ് തൊട്ടിട്ട് 12, 13, 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. ഇനി അങ്ങോട്ട് അത് എല്ലാവർക്കും, നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു 3 വയസ്സ് തൊട്ടിട്ട് 99 വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും, ഒരു ഡോക്ടർ ആയാലും ഒരു MBBS സ്റ്റുഡന്റ് ആയാലും ഇവർക്കൊക്കെ ഉള്ള കണ്ടന്റ് അതിലേക്ക് വരും. ഇനീഷ്യലി നമ്മൾ ഈ കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു നമ്മൾ ആദ്യം ഒരു 10-30 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഒരു ഓൺലൈൻ കണ്ടന്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. ബേസിക്കലി ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നു, എന്റെ മുമ്പിൽ കുറെ സാധനങ്ങൾ വെച്ചു, ഇത് ഇങ്ങോട്ട് വെക്കുക, ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അത് കണ്ട് ഞങ്ങളത് സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞു. ഇതിന് ശേഷം നമ്മൾ ഈ കണ്ടന്റ് എല്ലാവർക്കും ഉണ്ട്, നമുക്ക് യൂട്യൂബിൽ നോക്കിയാലും കണ്ടന്റ് കാണാം. അതെങ്ങനെ എൻഗേജിങ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഇമേഴ്സീവ് ലേണിംഗ് സാധ്യമാക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഗെയിമിഫിക്കേഷൻ കൊണ്ടുവന്നത്.
ഒരു ഗെയിമിഫൈഡ് പ്ലാറ്റ്ഫോമിൽ കുട്ടികൾ ഒരു ഗെയിം കളിക്കുന്ന പോലെ ഒരു മൂവി കാണുക, അതിനുശേഷം ഗെയിം, ഇങ്ങനെ ഒരു മോഡലിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാക്ക് മാക്ക് എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സ് അവര് ഇങ്കറിന്റെ ലാബിനകത്ത് ഒരു 10-20 റോബോട്ടുകൾ, ഇപ്പോൾ റോബോ ഡോഗ്, ഹ്യൂമനോയിഡ്, കോഫി ഉണ്ടാക്കുന്ന റോബോട്ട്, ക്ലീൻ ചെയ്യുന്ന റോബോട്ട്, ഈ റോബോട്ടുകളുടെ കൂടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനിടയിലൂടെയാണ് ഈ കഥ പോകുന്നത്. അപ്പോൾ ഈ ഏതൊരാൾക്കും അതിനകത്തേക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മൊഡ്യൂൾസ് ഫ്രീ ആണ്. ദെൻ ഇതിന് ഒരു ഹാർഡ്വെയർ കിറ്റ് വരണം, നമ്മുടെ റോബോ ബോക്സ് എന്ന് പറയും. സോ വൺസ് യു പേ, നിങ്ങളുടെ വീട്ടിലേക്ക് ഈ റോബോ ബോക്സ് എത്തും. നിങ്ങൾക്ക് ഇത് 2 കൂടെ കൊണ്ട് പതിയെ പഠിച്ചു പോകുന്നതാണ്. എങ്ങനെയാണത് ഡെവലപ്പ് ചെയ്തിട്ട് ഡിസംബറിലാണ് അതിന്റെ ലോഞ്ച് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. Emerging futuristic technology, what are the key digital variables startups should concentrate in building it? Startup focusing on technologies. Digital in the digital cycle. You mentioned about the futuristic technologies, which many startups are sitting out there. Can you mention a few very important digital trends which they should look out for in digital? Specific. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നില്ല. I think all of it has its own importance. ഇപ്പോൾ AI നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ChatGPT വന്നപ്പോൾ അതൊരു revolution തന്നെ create ചെയ്തു. There's a lot of jobs that because of that is a trend right now. So that is one thing that will evolve further and further. It will get customized into different sectors. So that is one thing that's going to be a trend. പിന്നെ ഉള്ളത് IoT ആണ്. ഇപ്പോൾ almost we are ready as a country for going 5G. The telecom industry is ready, the handsets are ready. So we are having 5G capabilities right now. So other than IoT, ഭയങ്കര സാധ്യതകളാണ്. Because you can start controlling things and everything will be much faster. Because 4G to 5G, it is 20 times much faster. So buffering and everything will not happen anymore. And you can get connected. So all of your device sitting at home is getting connected to the internet very soon. Next 2 years, a lot of things is happening in that area as well. And we as a country has started manufacturing semiconductors. So we have started exporting to the world as well. So we are going to replace China very soon. So that is again a market, and there is a lot of things happening over there as well. So and it's the same if you take robotics as well, if you take digital fintech as well, there's a lot of things happening. So I think all emerging technologies has its own importance, and it's going to shine. And we as a country is going to grow. And if you look at what the statistics say, economy is booming in India, and India is going to be the biggest, fastest growing economy, and it is going to become the 5th largest economy as well. So there's a lot of opportunities coming in. Then നേരത്തെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ 3D printing, AR, VR, hyperspectral imaging, multispectral imaging, ഇതിലൊക്കെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ഡിസ്കഷൻ ഉണ്ട്, ഞാൻ പറയാം. അതിൽ AI, SLAM, 3D mapping, then this hyperspectral imaging വരും. അതായത് നമ്മളിപ്പോൾ ഈ റൂം ഒരു ക്രൈം സീനാന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഒരു മർഡർ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ മർഡർ നടന്ന സ്ഥലത്ത് പോലീസ് ഓഫീസേഴ്സ് വരും. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഇത് കുറെ ഫോട്ടോ എടുക്കും, കുറെ വീഡിയോ എടുക്കും, എന്നിട്ട് അവർ പോകും. ദെൻ ഇത് ആക്ച്വലി നശിച്ചു പോകും. ഇവിടെ ഇപ്പോഴത്തെ തെളിവെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടും ഒക്കെ ചെയ്യുമ്പോൾ അത് നശിക്കുകയാണ് ബേസിക്കലി. അപ്പോൾ ഈ റൂമിന് ആ ക്രൈം സീനിനെ എങ്ങനെ നിലനിർത്താൻ പറ്റില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്, വേറെ അവർ ലിസ്റ്റ് ചെയ്ത ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ബേസിക്കലി ഓഫീസേഴ്സിന്റെ റിക്വയർമെന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്രൈം സീനിനെ എങ്ങനെ ഡിജിറ്റലി റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഡിജിറ്റലി റീക്രിയേറ്റ് ചെയ്യാം? നമുക്ക് ഇതിന്റെ വീഡിയോ എടുത്ത് വെക്കാം. വീഡിയോ എടുത്ത് വെച്ചാൽ എനിക്ക് ഇതിന്റെ ഉള്ളിൽ വന്ന് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് സ്ലാം അറിയാലോ അല്ലെ? സ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ 3D ലിഡാർസ് കണ്ടിട്ടില്ലേ? ഇപ്പോൾ നമ്മൾ ഈ ഓട്ടോണമസ് വെഹിക്കിൾസ് ഒക്കെ മൂവ് ചെയ്യുന്നത് ലിഡാർ എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ട്. അതൊന്ന് എന്താ പറയാ, ലേസേഴ്സ് പോയി തിരിച്ചെടുത്തിട്ടുള്ള ഒരു ടെക്നോളജി. അപ്പോൾ ഇതിന് 3D മാപ്പ് എടുക്കും. സ്ലാം എന്ന് പറഞ്ഞാൽ സൈമൾട്ടേനിയസ് ലോക്കലൈസേഷൻ ആൻഡ് മാപ്പിംഗ് എന്നുള്ളൊരു സംവിധാനമാണ്. സോ ഇത് ഉപയോഗിച്ചിട്ട് 3D മാപ്പിംഗ് ഈ റൂമിന്റെ എടുത്തിട്ട്, അപ്പൊ എനിക്ക് എന്തുണ്ടാവും? ഈ റൂം ഫുള്ള് കിട്ടി. അവിടെ ഒരു പെൻ എടുക്കുന്നുണ്ട്, അതിന്റെ അടിയിൽ ഇവിടെ കുറച്ച് വെള്ളമുണ്ട്, ഇവിടെ ബ്ലഡ് ഉണ്ട്. ഓക്കെ, എങ്ങനെ ഞാൻ ആ ബ്ലഡ് ഏതാണെന്ന് എനിക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? അപ്പോൾ ഈ 3D മാപ്പിലേക്കും പിക്ചേഴ്സിലേക്കും ഹൈപ്പർസ്പെക്ട്രൽ ഇമേജസും കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ
റൂമിനെ ഞാനൊരു VR-ലൂടെയോ AR-ലൂടെയോ എൻ്റെ ഓഫീസിൽ ഇരുന്ന് വാച്ച് ചെയ്യുമ്പോൾ ഓക്കെ ഇവിടെ ബ്ലഡ് ഉണ്ട്, എനിക്ക് അതിൻ്റെ കെമിക്കൽ എന്താണെന്നുള്ളത് അറിയാം, അത് ടെസ്റ്റ് ചെയ്തിട്ട് അത് പഴയതാണോ പുതിയതാണോ എത്ര ദിവസം പഴക്കമുണ്ട്. അതുപോലെ ഹൈപ്പർസ്പെക്ട്രൽ ഇമേജ് നമ്മളൊരു ചെടിയുടെ മുകളിലടിച്ച് ആ ചെടിയിൽ എത്ര വെള്ളമുണ്ട്, അത് എന്നുണങ്ങും എന്നുള്ള ഡീറ്റെയിൽസ് അത് ആക്ച്വലി ട്രെയിൻ ചെയ്യുന്നതാണ്. ആ രീതിയിൽ നമുക്ക് ഡാറ്റ എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ടെക്നോളജീസ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, യൂസ് കേസസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈപ്പർസ്പെക്ട്രൽ ഇമേജിംഗ് ആക്ച്വലി നമ്മളൊരു ഫാക്ടറികൾ വളരെ കോമൺ ആയി തുടങ്ങി. നമ്മുടെ നാട്ടിൽ പോപ്പുലർ അല്ല, ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇതും AI-യും IoT-യും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ. സോ എനിക്കറിയുന്ന ഒരു യൂസ് കേസ് പറഞ്ഞു. എൻ്റെ പേര് അരുണാണ്. നിങ്ങൾ ഒരു സോഷ്യൽ കമ്മിറ്റഡ് ഓർഗനൈസേഷൻ ആണെന്ന് അറിയുമ്പോൾ വലിയ സന്തോഷം തോന്നും. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ട്സ്, പൈപ്പ് ലൈനിൽ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഏതൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അത് സാധാരണക്കാരനെ ഇമ്പാക്ട് ചെയ്യുന്ന നല്ല പ്രോജക്ട്സ് ഏതൊക്കെയാണ് ജസ്റ്റ് ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുകയാണ്. അത് അങ്ങനെയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണോ അത് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ ഒരാൾക്ക് ഒരു ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ പോലത്തെ എക്സ്പേർട്ടിൻ്റെ അടുത്ത് വന്നാൽ നമുക്കത് ഷെയർ ചെയ്ത് ഐഡിയ ഷെയർ ചെയ്ത് നിങ്ങൾക്കത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാം. പ്രൊജക്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് മോഡലിലുള്ള പ്രൊഡക്റ്റുകൾ, പ്ലാറ്റ്ഫോംസ് ബിൽഡ് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ട ഹാർഡ്വെയർ ബിൽഡ് ചെയ്യുന്നുണ്ട്, ലാബുകൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞു ഫെഡറൽ ബാങ്കിന് ഞങ്ങളൊരു റോബോട്ടിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ക്വിക്കായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ട്രെയിനിങ് സെന്റർ ഉണ്ട് ആലുവയിൽ. അപ്പോൾ ഒരു വീക്കിൽ 200-250 പേരൊക്കെ ഒരു വീക്കിൽ ട്രെയിനിങ്ങിന് വരും ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന്. അപ്പോൾ ആക്ച്വലി HR ഒരു മെയിൽ സെൻഡ് ചെയ്യും. ആ മെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇപ്പോൾ പ്യൂണ് എന്താ പറയുക ക്ലർക്ക് തൊട്ടിട്ട് മാനേജേഴ്സ് വരെ ഉണ്ടാവും. അപ്പോൾ അവരെ ഓരോരോ കാറ്റഗറി ആയിട്ട് തരം തിരിച്ച് ബോംബെ നിന്നുള്ളവരെ ബോംബെ ഒരു റൂമിലേക്ക് ആക്കി അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യണം. അതൊരു വലിയ ടാസ്ക്കാണ്. ആ ടാസ്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ചെയ്യും. അതിനുശേഷം നമ്മളൊരു റോബോട്ടിനെ ബിൽഡ് ചെയ്ത് ഫിസിക്കൽ അവിടെ വെച്ചിട്ടുണ്ട്. ഈ വരുന്ന ആളുകൾ അവരുടെ മൊബൈൽ നമ്പർ ഈ റോബോട്ടിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP വരും. ജസ്റ്റ് ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചെക്ക് ഇൻ ചെയ്യാം. അതിന് വേണ്ട എന്താ പറയുക കാർഡ് കിട്ടും, ആക്സസ് ചെക്ക്-ഔട്ടും ഈ റോബോട്ട് വെച്ചിട്ട് തന്നെ ചെയ്യാം. സോ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഇത് ഇനി നാളെ നമ്മൾ ഹോട്ടലുകളിലേക്ക്, ഇപ്പൊ നമുക്ക് ഒരു ഹോട്ടൽ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് റിസപ്ഷനിൽ നിൽക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് ഈ റോബോട്ട് വഴി നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ദെൻ എന്താ പറയാ ഏറ്റവും ഞങ്ങൾ വലുതെന്ന് വിചാരിക്കുന്നത് റോബോ പാർക്കാണ് ബേസിക്കലി. സോ റോബോ പാർക്ക് ഒരു 4 വേർട്ടിക്കലുള്ള ഒരു പ്രൊഡക്റ്റാണ്, ഒരു പ്രൊജക്റ്റാണ്. അതിന്റെ ഫസ്റ്റ് വേർട്ടിക്കൽ നമ്മളൊരു അമ്യൂസ്മെന്റ് പാർക്ക് പോലെ, ഇപ്പൊ വീഗലാൻഡിൽ നമ്മൾ പോയി കുറെ റൈഡ്സ് എൻജോയ് ചെയ്യുന്ന പോലെ എല്ലാ ടെക്നോളജിയും, റോബോട്ട്സ് അല്ല എല്ലാ ടെക്നോളജിയും, റോബോട്ട് തൊട്ട് AI IoT തൊട്ടിട്ട് 10ഓളം ടെക്നോളജി, 10ഓളം ഡൊമൈനിൽ, അത് സർജറി ചെയ്യുന്ന റോബോട്ട്, ഒരു ഡ്രോൺ ടാക്സി, കുക്ക് ചെയ്യുന്ന റോബോട്ട്, നമുക്ക് എക്സോസ്കെൽറ്റൻസ്, ഫിൻടെക്കിലുള്ള റോബോട്ടുകൾ, പെയിന്റ് ചെയ്യുന്ന റോബോട്ട്, ബ്രിക്ക്ലേയിങ് റോബോട്ട്, ഇതെല്ലാം നിങ്ങൾക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോകാവുന്ന ഒരു ഫസ്റ്റ് വേർട്ടിക്കൽ. ഈ ഫസ്റ്റ് വേർട്ടിക്കലിന്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എൻട്രി, ദെൻ മർച്ചൻഡൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സെക്കൻഡ് വേർട്ടിക്കൽ ഇതേ ഇൻഫ്രയിൽ ഡോക്ടേഴ്സിനായാലും എഞ്ചിനീയേഴ്സിനായാലും ചാർട്ടേഡ് അക്കൗണ്ട്സിനായാലും ട്രെയിനിങ്സ് ആണ് സെക്കൻഡ് വേർട്ടിക്കൽ. തേർഡ് വേർട്ടിക്കൽ ഈ ഒരു ഇൻഫ്ര യൂസ് ചെയ്തുകൊണ്ട് R&D നമുക്ക് പ്രോഡക്റ്റ് ആൻഡ് സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാം. ഫോർത്ത് വേർട്ടിക്കൽ വന്നിട്ട് സ്റ്റാർട്ടപ്സിന്, ഇപ്പോൾ നിങ്ങളൊരു ടെക് സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ഡൊമൈനിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വന്നിട്ട് ഈ പറയുന്ന പ്രോഡക്റ്റുകൾ ആക്സസ് ചെയ്യാം. അതിനുവേണ്ട ഫണ്ടിങ് ഒരു എക്കോസിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഞങ്ങൾ വലുതെന്ന് വിചാരിച്ച് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ട്. അപ്പൊ ആക്ച്വലി ഞാൻ ഇതിനകത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫണ്ടിങ്, അതിന്റെ ഇപ്പോൾ അതിന്റെ ഒരു മിനി പാർക്ക് കൊച്ചിയിൽ റിയലൈസ് ചെയ്യാറായിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബേസിക്കലി എന്റെ അടുത്ത് വന്നാൽ ഞാൻ 100% സപ്പോർട്ട് ചെയ്യും. അമിത്തിന്റെ അടുത്ത് അമിത് സപ്പോർട്ട് ചെയ്യും. എന്താന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ നമുക്ക് കുറെ ഡിസിപ്ലിൻ ആവശ്യമാണ് അല്ലേ. നമുക്ക് ഞാൻ ബേസിക്കലി ഒരു സ്വപ്നം കാണുന്ന വ്യക്തിയാണ്. എന്ത് ഐഡിയാസും ക്രേസി ഐഡിയാസും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് വരും. ഞാൻ അതിന്റെ പിന്നാലെ പോകും. അങ്ങനത്തെ ആളുകളെ അന്വേഷിച്ച് എവിടെ വേണമെങ്കിൽ പോകും. പക്ഷെ നമുക്കൊരു ഓർഗനൈസേഷൻ ആകുമ്പോൾ നമുക്ക് കുറെ ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ. നമുക്ക് എല്ലാ പ്രൊജക്റ്റും ചെയ്ത് അല്ലെങ്കിൽ അതിന് ഇതൊക്കെ നമുക്ക് റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ ടീമിനെ ഇതിലേക്ക് അലോക്കേറ്റ് ചെയ്യണം. അപ്പൊ അവർ ഓൾറെഡി എൻഗേജ്ഡ് ആവും. അപ്പൊ അതൊക്കെ നോക്കി കണ്ട് സമയമുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. അത് ഇപ്പൊ നമ്മൾ റീസെന്റ് ക്യുസാറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് കുട്ടികളെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അവർക്ക്
സ്പേസിൽ റോബോട്ടിനെ ഡെവലപ്പ് 21 പേരെയാണ് വേൾഡിൽ മൊത്തം സെലക്ട് ചെയ്തത്. അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ CTOനെ ആക്ച്വലി 2 മണിക്കൂർ അവർക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുത്തു. അവർക്ക് വേണ്ട ഏകദേശം ഒരു 19,000 രൂപയുടെ സാധനങ്ങൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുത്തത്. എന്നിട്ട് അവർ ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, പേര് കൊടുക്കണം. പേരൊന്നും ഇപ്പോൾ കൊടുക്കണ്ട, പക്ഷെ പിന്നെ കൊടുക്കുക. അപ്പൊ ഞങ്ങളാൽ കഴിയുന്നത് നമുക്ക് ചെയ്യും മാക്സിമം. പക്ഷെ ഇപ്പൊ നമുക്ക് അതിന് പറ്റത്തില്ല. പണ്ട് നമ്മൾ കുറെ ആ രീതിയിലൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അതിന്റെ ഫോക്കസ് ഇല്ല. അപ്പൊ നമ്മളിപ്പോ ഇദ്ദേഹം ഭയങ്കര ഫോക്കസ് ആണ്, നമ്മൾ അങ്ങനെ കൂടെ എങ്ങനെ സമ്മതിക്കില്ല. പക്ഷെ എന്നിരുന്നാലും എന്താ ഐഡിയ ഉണ്ടെങ്കിലും ഷെയർ ചെയ്യാം, നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് ടെക്നോളജി ഫീൽഡിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യണമെങ്കിൽ ഒരു എഡ്യൂക്കേഷന്റെയും പിൻബലം ഇല്ല കേട്ടോ. ഇപ്പൊ ചില്ലർ കേട്ടിട്ടുണ്ടല്ലോ, ചില്ലറിന്റെ CTO ഉണ്ട്, കൊച്ചിക്കാരനൊരു പയ്യനായിരുന്നു. പുള്ളി BCom കണ്ട് ഫെയിലിയർ ആയ വ്യക്തിയാണ്. അപ്പൊ ഒരു ബന്ധം ടെക്നോളജി ആയിട്ട് ഇല്ലാതെ പുള്ളിക്ക് അവിടെ എത്താൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ബേസിക്കലി ഇപ്പം നിങ്ങൾ ഞാൻ എന്തിനാ പറഞ്ഞു വെച്ചാൽ എഡ്യൂക്കേഷനും ഇതുമായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ മാത്രമാണ്. ഇനി നേരെ തിരിച്ച് ഇപ്പോഴത്തെ സൈഡ് പറയാം. ഇപ്പൊ +2 കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ജോയിൻ ചെയ്യാം. ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, അല്ലെങ്കിൽ മെക്കട്രോണിക്സ്, അല്ലെങ്കിൽ AI ഇപ്പോൾ ഡിഗ്രീസ് ഉണ്ട്, റോബോട്ടിക്സിൽ ഡിഗ്രീസ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ മറ്റേ ഡിഗ്രി കോഴ്സുകൾ ഇലക്ട്രോണിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് വരാം. ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ഇപ്പോൾ ഉള്ള സിലബസുകളിൽ ഒന്നും തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസിന് പ്രാധാന്യമില്ല. നേരത്തെ ഇവിടെ സാറ് പറഞ്ഞ പോലെ അതിന്റെ അവർ 2 പേര് ഇരിക്കുന്നുണ്ട്, അവർക്ക് നന്നായിട്ട് അറിയാം. നമ്മളുടെ വളരെ ബേസിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ്സ് ആണ് എപ്പോഴും പറഞ്ഞു പോകുന്നത്. പുതിയ കോൺസെപ്റ്റുകൾ ഒന്നും തന്നെ ഇല്ല. അത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണ്. ആ കമ്മ്യൂണിറ്റീസിൽ ഭാഗമാവുക. ഇൻഫർമേഷൻസ് യൂട്യൂബിലും ഒക്കെ ഒരുപാട് ഫോറംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ. അതിന്റെ ഭാഗമാവുക. നമ്മൾ സ്വയം പഠിച്ചെടുത്ത് മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇൻകറിൽ വരുന്ന ഒരു വ്യക്തിയുടെ സർട്ടിഫിക്കറ്റ് ഞാൻ നോക്കാറില്ല. ഞാൻ അവരോട് സംസാരിക്കും, അവരെന്തറിയാം. അതിനനുസരിച്ചിട്ട് അമിത്തിന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവരുടെ പോസ്റ്റിംഗ് പോകുന്നത്. അല്ലാതെ ഡിഗ്രിയോ എന്താണ് പഠിച്ചിരിക്കുന്നത് ഒന്നും നമ്മൾ നോക്കാറില്ല. ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ബേസിക്കലി ഇറ്റ്സ് യുവർ പാഷൻ. ഏതിനാണോ പാഷൻ ഉള്ളത് അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അതിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അത് തേടി പോവുക. ആൻഡ് യു വിൽ ഗെറ്റ് സംവെയർ. ആൻഡ് ഇപ്പം രാഹുൽ പറഞ്ഞ പോലെ വി ഗെറ്റ് ദ ബ്രൈറ്റ് മൈൻഡ്സ്, ബട്ട് അവർക്ക് നമ്മൾ ഡേ എല്ലാ പേപ്പറുകളും നോക്കുമ്പോൾ അവർക്ക് ലോട്ട് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടാവും, മനസ്സിലായോ? ബട്ട് ദേ ആർ ഏബിൾ ടു ഡു തിങ്സ്, ദേ ആർ ഏബിൾ ടു സോൾവ് പ്രോബ്ലംസ് മച്ച് ബെറ്റർ ദാൻ പീപ്പിൾ ഹു ഹാവ് ദ ഡിഗ്രി. ദിസ് ഇസ് വാട്ട് യു ആർ സീയിങ്. ദിസ് ഇസ് ഫ്രം മൈ എക്സ്പീരിയൻസ്. ഞാനിപ്പോൾ അവരോട് മെഷീൻ ലേണിംഗ് മോഡൽസും ഡേറ്റ സയൻസും സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കറക്റ്റ് ഓപ്ഷൻ അല്ലേ? കാരണം ഇപ്പോൾ റോബോട്ടിക്സ് ആണെങ്കിൽ ഇഫ് റോബോട്ട് ടു ഫംഗ്ഷൻ, ഡേറ്റ സയൻസും മെഷീൻ ലേണിംഗും തന്നെയാണല്ലോ അത് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മളിപ്പോ ലോകം ഓടുന്നതിനെ നോക്കി ഓടിയിട്ട് അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. സോ നിങ്ങൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ, അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടി ചിലപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഫാഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രിയിലായിരിക്കും. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അത് കണ്ടെത്താൻ ശ്രമിക്കുക. അത് കണ്ടെത്തുന്നതിലാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് ഞാൻ പറയും. അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞ പോലെ AI-ലും മെഷീൻ ലേണിംഗിലും എല്ലായിടത്തും എവിടെയും ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് ഇല്ലേ? നമുക്ക് ടെക്നോളജിയിൽ മാത്രമല്ല എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റീസ് ആണ്. ബേസിക്കലി നമ്മൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഇൻഡസ്ട്രിയിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് തിരിച്ചറിയണം, എന്നാലേ കാര്യം. Good evening, Rahul and Amith. My name is Sailesh. I work remotely for a Dubai-based company. We have an engineering manufacturing company. We require a lot of robotic as well as drone solutions for many of our iconic buildings in the Middle East. So I wanted to know whether we will take up projects abroad as well, especially in the Middle East. തീർച്ചയായിട്ടും എവിടെ വേണമെങ്കിലും പ്രോജക്ട്സ് നമുക്ക് we can discuss after. Thank you. So it's been some time. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്തു. ഇനിയിപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഡയറക്റ്റ്ലി അവരോട് കണക്ട് ചെയ്ത് തരാം. So I think it's time to conclude that we invite Anthony sir as a very active member of TiE. First of thanks. It feels great to stand before you all
this fine evening representing TiE after a very long gap, because COVID has taken a very good toll and activities of TiE has been relatively in for the past couple of years. Because mostly prior to COVID, I think once in 2 months, mostly myself and Roshan would be involved in one activity or the other of TiE. The user mentioned TiE Women Empowerment, TiE, TiE, many things we are doing. So in fact, it's really very proud to stand before you. And today, also in collaboration with the organization, first and foremost what came up to mind was Rafi and his chamber organization. So Mr. Rafi, let's hope this is a very good beginning for a joint work between TiE and CCI. And together, I think together with the ability and willingness to work together, we may be able to create wonders and gain great insights to this type of valuable crowds with similar speakers and with very multiple interactive sessions. Roshan has already given a very, he's already taken you through a very good journey of how TiE is, its past, present and future, and has also given you a quick overview of TiECon 2022. In fact, I would say irrespective of whatever your age barrier, whatever it is, nobody should miss TiECon, because since TiECon was introduced in 2011 or 2011 or 12, whichever it is, 11, each and every TiECon has produced a very, what I can say, not one, many good entrepreneurs. Every TiECon we find a person who has really emulated from the past TiECon. So I would say that none of you should miss TiECon, because the subjects and the topics that are being discussed out over there and the speakers who are coming out over there are immense potential and really motivating and encouraging speakers. So feeling more happy and prouder to thank both of your speakers, Amith and Rahul, because there was a great takeaways, because most of the points what an entrepreneur faces is the inertia. So both of them are saying that business learning, hotel learning, inertia overcome. In fact, that is exactly what is needed for the fire for an entrepreneur. And TiE, that is where TiE ecosystem works, giving the necessary ecosystem for an entrepreneur to come out. So wishing all the participants who are gathered out over here in good numbers this fine evening all success and happiness. And I hope you have had great takeaways. Profuse thanks once more to CALICUT Chamber of Commerce and Industry, its other senior members who were gathered out over here, my charter members Dr. Nawaz and Roshan, and many other good friends who have turned out over here. So to all the young cats, what I would say is think big, be focused, and like Amith and Rahul, advance your thoughts and your visions as told by both of them. TiE, through TiE, there will be many dots what you will be able to connect. That is the TiE ecosystem what will provide you. So, and tap into the TiE unity. Tremendous possibilities are there for you entrepreneurs. Thank you each one of you for gathering here in good numbers. Thank you. Just another token of appreciation from TiE Kerala. I would like to invite Viruja and Roshan sir to give it.